رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون عدد ما في علم الله صلاة دائمة بدوام ملك الله. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العلي العظيم. വളരെയേറെ സ്നേഹ ബഹുമാനാദരവ് നിറഞ്ഞ ബഹുമാനപ്പെട്ട നദീർ ഹുദവി അടക്കമുള്ള ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട അധ്യാപകർ, വളരെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മൾ സാധാരണയായി ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിൽ നിന്ന് ഒരുപാട് വിഭിന്നമായ ഒരു സംഗമത്തിലാണ് നമ്മളുള്ളത്. വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ഒന്നാമത്തെ ദിവസം ഒരു നല്ല തുടക്കത്തിന് നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഹറാമിന്റെ തെറ്റുകളുടെ കറകളെ കഴുകിക്കളയാനും നന്മകളാൽ സമ്പന്നമാക്കാനും അള്ളാഹുവിന്റെ ഒരു നല്ല അടിമയായി തീരാനുമുള്ള ഒരവസരമാണിത്. അതിന് നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് തിരുഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അഭയം തേടുക എന്നത് തന്നെയാണ്. നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ, നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തം നേടിത്തരാൻ അള്ളാഹു നമുക്ക് സമ്മാനമായി തന്ന അവന്റെ കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക ജനതക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആദം നബി അലൈഹിസ്സലാം മുതൽ മനുഷ്യവർഗത്തിന് എന്നല്ല, ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളായി ആരൊക്കെയുണ്ടോ അവർക്ക് എന്തെല്ലാം കാരുണ്യവും എന്തെല്ലാം ഔദാര്യവും അള്ളാഹു നൽകിയിട്ടുണ്ടോ അതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മാത്രം നമുക്ക് ലഭിച്ചതാണ്. പടച്ചവന്റെയും അവന്റെ പടപ്പുകളുടെയും ഇടയിൽ നിന്ന് അള്ളാഹുവിന്റെ കാരുണ്യത്തെ സ്വീകരിച്ച് അവന്റെ പടപ്പുകൾക്ക് വിതരണം ചെയ്യുന്ന അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നന്മകളും നബിതങ്ങളിലൂടെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തിന് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആദ്യ ദിവസം മണൽക്കാറ്റ് എന്ന പേരിൽ വിശുദ്ധമായ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായി ഈ ഒരു സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ നമ്മൾ പറയുന്നതും അത് കേൾക്കുന്നതുമൊക്കെ ഹബീബിന്റെ ഔദാര്യമാണ്. അവിടുന്ന് നമ്മെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ കഴിയുമായിരുന്നില്ല.
ഈ സദസ്സിൽ നിന്നൊരു പക്ഷേ നമ്മുടെ തെറ്റുകൾ നമ്മൾ അറിയാതെ പൊറുക്കപ്പെട്ടു പോകുന്നുണ്ടാവും. വെള്ളത്തിലിട്ട ഉപ്പ് പോലെ നമ്മുടെ നമ്മൾ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ അലിഞ്ഞില്ലാതെയായി പോകും. റഹ്മത്തിന്റെ മാലാകുമാർ ഈ സദസ്സിൽ കടന്നു വന്നിരിക്കും. ഒരു പക്ഷേ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ ആത്മാവുകൾ ഇവിടെ സന്നിഹിതരാണ്. ഒരുപക്ഷേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആത്മാവ് പോലും ഈ സദസ്സിൽ കടന്നു വന്നു എന്നിരിക്കാം. അള്ളാഹു അങ്ങനെയുള്ള ഒരു സദസ്സായി നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആർക്കും ആരെയും വിലയിരുത്താൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മുടെ വേഷം, നമ്മുടെ വസ്ത്രം, നമ്മുടെ പുറമെ കാണുന്ന രീതിയല്ല മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിലും നമ്മുടെ കൽബിന്റെ ഉള്ളിലുള്ള ഈമാനും ഹബീബിനോടുള്ള മഹബത്ത് ഒരാൾക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിലും മുത്തനബി തങ്ങളെ വല്ലാതെ മനസ്സുകൊണ്ട് പ്രിയം വെക്കുന്ന എത്രയെത്ര ചെറുപ്പക്കാരുണ്ട്. നിങ്ങളെപ്പോലെ യുവത്വത്തിന്റെ വർണ്ണശബളമായ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു സഹോദരി കണ്ണൂർ ജില്ലയിൽ, ഒരുപക്ഷെ നിങ്ങൾ ഈ സംഭവം പല സ്ഥലങ്ങളിലായി സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുഹൈല എന്നാണ് ആ സഹോദരിയുടെ പേര്. കണ്ണൂർ ജില്ലയിലാണ് അവരുള്ളത്. ഇതുപോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രായത്തില് തന്റെ ഉസ്താദിന്റെ അരികിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പറയുന്നത്, ഞാൻ എന്റെ ജീവിതത്തിൽ മുത്തനബി തങ്ങളെ സ്വപ്നം കണ്ടു എന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എങ്ങനെയാണ് കണ്ടത്, ഏത് രീതിയിലാണ്? കാരണം നമ്മൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിന്റെ തോന്നൽ പല രീതിയിലുണ്ടാവാം. നമ്മളൊരു രൂപം ഒരാളെ കണ്ട് അത് നബിതങ്ങളാണ് എന്ന് തോന്നിയത് കൊണ്ട് അത് നബിതങ്ങളാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക ലാവണ്യത്തിന്റെ ഓരോ അംശവും ഇന്ന് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതൊരു അത്ഭുതമാണ്, അത് മറ്റൊരു അത്ഭുതമാണ്. കണ്ണുകൊണ്ട് കാണാത്തവർ, കാതുകൊണ്ട് ആ ശബ്ദം കേൾക്കാത്തവർ മുത്തനബി തങ്ങളെ വർണ്ണിക്കുകയാണ്. അവരുടെ നാവിലൂടെ, അവരുടെ ഗാനങ്ങളിലൂടെ, അവരുടെ പദ്യങ്ങളിലൂടെ, അവരുടെ കവിതകളിലൂടെ ഹബീബായ തങ്ങൾ ഇവിടെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് 1400 വർഷങ്ങൾക്ക് ശേഷം. ഉസ്താദ് അവരോട് ചോദിച്ചു, നീ എങ്ങനെയാണ് മുത്തനബിയെ കണ്ടത്? ഹബീബിനെ കണ്ട രൂപം ഇങ്ങനെ ആ പെൺകുട്ടി വിശദീകരിക്കുകയാണ്. ശരിക്കും കിതാബുകളിൽ മുത്തനബി തങ്ങളുടെ രൂപലാവണ്യം എങ്ങനെയാണോ വിശദീകരിച്ചിരിക്കുന്നത് അതുപോലെ. എന്നാൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു തവണ മാത്രമല്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ പ്രായത്തില് 2-3 തവണ ഞാൻ എന്റെ ഹബീബിനെ കണ്ടു എന്ന പെൺകുട്ടി ഉസ്താദിന്റെ മുമ്പിൽ വന്ന് നിറഞ്ഞു തുളുമ്പുന്ന നയനങ്ങളോടെ തന്റെ അനുഭവം പറയുമ്പോൾ ഇത് നമുക്കും സാധ്യമാണ് എന്നുള്ളതാണ്. അവസാനം അവര് വിശുദ്ധമായ ഹറമിൽ, പരിശുദ്ധമായ മക്ക തവാഫ്, പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് ഇബ്രാഹിം മഖാമിന്റെ പരിസരത്ത് വെച്ച് തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിനോട്, വിശുദ്ധമായ കഅബാലയത്തെ സാക്ഷിയാക്കി അള്ളാഹുവിനോട് ഒരുപാട് നേരം കരഞ്ഞു ദുആ ചെയ്ത് അവിടെ കുഴഞ്ഞു വീണ് ആ സഹോദരി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുകയാണ്. 2 മക്കളുടെ ഉമ്മയായിരുന്നു അവര്. ആ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ തിരു ഹബീബിന്റെ മഹബത്തിന്റെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുന്നാരപ്പൂവിന്റെ കവിൾ തടമെന്തൊരലങ്കാരം, പൊന്നൂറിന്റെ പ്രഭാകിരണങ്ങൾക്കെന്തു ചമൽക്കാരം. പുന്നാരപ്പൂവിന്റെ കവിൾ തടമെന്തൊരലങ്കാരം, പൊന്നൂറിന്റെ പ്രഭാകിരണങ്ങൾക്കെന്തു ചമൽക്കാരം. എന്നാണെന്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാഹ്, ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. മൻ റആ وجهك يسعد يا رسول الله، من رأى وجهك يسعد يا حبيب الله. മണിമുത്ത് നൂറൊളിവേ മദ്ഹോദി ഞാൻ നിലാവേ,
മാനസം ത്വയ്ബയിൽ ചേർത്തിവൻ പാടി നേതാവേ എന്നെ മാദിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഇനി അന്ന് കാണും കാലമറിയില്ല എൻ്റെ നോവ് തീരാൻ മദ്ഹ് മാത്രം വേറെ ശിഫയില്ല. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ളത്, ഈ അടുത്ത കാലങ്ങളിലൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കണ്ടതുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടുള്ള അനുഭവങ്ങളിൽ ബഹുഭൂരിഭാഗവും സഹോദരിമാരുടെ അനുഭവങ്ങളാണ്, ഉമ്മമാരുടെ അനുഭവങ്ങളാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എങ്ങനെയാണ് സഹോദരിമാർക്ക് അങ്ങനെ ഒരു ഈമാനികമായ തലത്തിലേക്ക് ഉയരാൻ കഴിയുന്നത്? അപ്പൊ എന്റെ മനസ്സിനോട് പറഞ്ഞൊരു ഉത്തരം ഇങ്ങനെയാണ്. ഒരു 40-45 വയസ്സൊക്കെ കഴിയുന്ന ഒരു സഹോദരി ദുനിയാവിന്റെ എല്ലാ ചിന്തകളിൽ നിന്നും അവര് പിന്നീട് വിരമിക്കുകയാണ്. തന്റെ ഭർത്താവും തന്റെ മക്കളും തന്റെ കുടുംബവും എന്ന ലോകത്തേക്ക് അവര് ചുരുങ്ങുകയാണ്. പിന്നെ ഒരു 50-55 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് പൂർണ്ണമായും അവർ ഇബാദത്തിന്റെ മേഖലയിലേക്ക്, കാരണം അവർ വീട്ടിൽ ചെയ്യുന്ന ഓരോ പണികളും ഇബാദത്താണ്. അവർ പാത്രം കഴുകിയാലും ഭക്ഷണം ഉണ്ടാക്കിയാലും മുറ്റമടിച്ചു വാരിയാലും തന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയാണെങ്കിൽ അതെല്ലാം ഇബാദത്താണ്. അപ്പോഴേക്ക് തന്റെ ഭർത്താവിന് ഒരുപാട് മക്കളെ അവർ സമ്മാനിച്ചിട്ടുണ്ടാകും. ആ ഗർഭകാലവും പ്രസവകാലവും ഒക്കെ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ സകലതും അത് കാരണത്താൽ അവരുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ അതേസമയം പുരുഷന്മാര് അവര് ജോലിയും മറ്റു തിരക്കുകളുമായി ദുനിയാവിന്റെ ചിന്തകളുമായി നടന്ന് ആഖിറത്തെ കുറിച്ച് പലപ്പോഴും മറന്നു പോകുന്നവരാണ്. ഒരു 55 വയസ്സ് കഴിഞ്ഞ ഉമ്മമാര് നമ്മുടെ നാടുകളിൽ 90% അവർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കും. അവർ മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കാത്തവരായിരിക്കും. അവർ ഏത് സമയത്തും തസ്ബീഹ് ചൊല്ലുന്നവരായിരിക്കും. എന്നാൽ അതേ പ്രായത്തിലുള്ള പുരുഷന്മാരെടുത്താല് അത്ര തന്നെ മതബോധം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അവരുടെ ലോകം തന്റെ ഭർത്താവിന്റെ, തന്റെ മക്കളുടെ, തന്റെ കുടുംബത്തിന്റെ പൊരുത്തം എന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ചുരുങ്ങുകയും അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് അവർക്ക് കാരണമാവുകയും ചെയ്യുമ്പോൾ അവരറിയാതെ ഈമാനികമായി ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് അതിന് ഞാൻ കാണുന്ന ഒരു മറുപടി. ഒരുപക്ഷെ നമ്മുടെ ഉമ്മമാരുടെ ജീവിതം നമ്മൾ എടുത്താൽ നമ്മുടെ വീട്ടിൽ ആദ്യമായി ഉണരുന്നത് നമ്മുടെ ഉമ്മയായിരിക്കും. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഉണർന്ന് തഹജ്ജുദ് നമസ്കരിച്ച് തനിക്കും തന്റെ മക്കൾക്കും തന്റെ ഭർത്താവിനും വേണ്ടി ദുആ ചെയ്യുന്ന ഉമ്മമാര്, ആ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർ അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. പിന്നീട് അവരുടെ ഓരോ ദിവസത്തെ ജോലികളും തുടങ്ങുകയാണ്. തുടർച്ചയായ ഇബാദത്തുകളിലൂടെ അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, സഹോദരിമാരുടെ അനുഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് കൂടുതലായി ഞാൻ കേട്ടിട്ടുള്ളത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, അത്ഭുതപ്പെടുത്തുന്ന, മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ. അത്തരത്തിലുള്ള ഈമാനികമായ നിലവാരത്തിലേക്ക് ഉയരാൻ അല്ലാഹു നമ്മളെയൊക്കെ സഹായിക്കുമാറാവട്ടെ. മുത്തുനബി തങ്ങളുടെ വിശുദ്ധമായ വെളിച്ചത്തെ സ്വീകരിക്കാൻ അല്ലാഹു നമ്മുടെ ഖൽബുകളെ വിശാലമാക്കി തരട്ടെ. അപവിത്രമായ നാമം മുഹമ്മദ് എന്ന നാമം തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിക്കാത്ത നന്മകളുടെ, അറ്റമില്ലാത്ത ഗുണങ്ങളുടെ, അന്ത്യമില്ലാത്ത അപദാനങ്ങളുടെ, മഹത്വങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അധികമായി സ്തുതിക്കപ്പെടുന്നയാള് എന്നാണ്. അധികമായി സ്തുതിക്കപ്പെടുന്നയാള് എക്കാലവും ഏത് തലമുറകളിലും ഏത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയാലും മുത്തുനബി തങ്ങളുടെ സ്തുതി, ഹബീബിന്റെ നന്മകൾ, അവിടുത്തെ മഹത്വം എന്നും ഉയർന്നു നിന്നുകൊണ്ടേയിരിക്കും എന്നതാണ് ആ പേരിനർത്ഥം പോലും അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് അധികമായി സ്തുതിക്കപ്പെടുന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. തേരെ ഖുർബാൻ പ്യാരെ മുഹമ്മദ് गिर रहा हो मुझे भी संभालो, तेरे कुर्बान प्यारे मोहम्मद गिर रहा हो मुझे भी संभालो, अपने प्यारे नवासों का सदका या नबी मेरी झोली में डालो, ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എൻ്റെ പ്രിയരാം ഹബീബിൻ്റെ നാമം, കാലം മായ്ക്കാത്ത വചന
से का आलम मैं गुनाहगार है हम गुनाहगार है या नबी अपने कमली में हमको छुपा लो ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എൻ്റെ പ്രിയരാം ഹബീബിൻ്റെ നാമം കാലം മായ്ക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം ഒരിക്കലും അവസാനിക്കാത്ത നന്മകളുമായി അറ്റമില്ലാത്ത മഹത്വങ്ങളുമായി ലോക ജനതക്ക് അല്ലാഹു സമ്മാനിച്ച പടച്ചവന്റെ കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹബീബിന്റെ മഹത്വം എന്തെന്നറിയണമെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചാൽ മതി. അദ്ദേഹത്തിനും അറിയില്ല ആരാണ് മുത്തുനബിതങ്ങൾ എന്ന് പൂർണ്ണമായി. പക്ഷേ അദ്ദേഹത്തിന്റെ പരിമിതമായ അറിവിൽ അദ്ദേഹം ആ സത്യം നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരും. തനിക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത മഹാലോകങ്ങളിലേക്ക് അള്ളാഹു കൊണ്ടുപോയ തിരു ഹബീബിന്റെ മഹത്വത്തെക്കുറിച്ച് അന്ന് സിദ്റത്തുൽ മുൻതഹായുടെ അരികിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് യാത്ര പറഞ്ഞു പോകവേ മുത്തുനബിതങ്ങളുടെ മഹത്വവും സ്ഥാനവും കണ്ട് അത്ഭുതപ്പെട്ടു നിന്നുപോയ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സിദ്റാസ് ഭി ആഗെ कौन गया जिब्रील अमी से पूछो मेराज का दुल्हन कौन बना जिब्रील अमी से पूछो. സിദ്റത്തുൽ മുൻതഹായുടെ അതിരും കടന്ന് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏതെങ്കിലും ഒരാൾ പടച്ചവന്റെ പ്രകാശങ്ങളുടെ ലോകത്തേക്ക് കടന്നു പോയിട്ടുണ്ടോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു നോക്കൂ. അദ്ദേഹം അതിന് മറുപടി പറയും. വാനങ്ങളേഴുമേറിയേകരാവില് ആരാരും ഖൽഖ് എത്തിടാത്ത ദിക്കില് വാനങ്ങളേഴുമേറിയേകരാവില് ആരാരും ഖൽഖ് എത്തിടാത്ത ദിക്കില് യാ നബി അസ്സലാം യാ റസൂൽ വസ്സലാം ജഗമാകെ മുർസലാര് ജയമേകിയുള്ള വീര് മഹ്മൂദ് ഖാസിമോരെ മബ്റൂർ തങ്ങളാരെ യാ നബി അസ്സലാം യാ റസൂൽ വസ്സലാം കലിമത്തുരത്ത ബദർ കനിവുറ്റ സയ്യിദാർ ഹസനത്ത് ഊട്ടിയുള്ള നാദർ മുത്തു റസൂല് അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല് ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല് നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല് ഈ ഹഖിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. അന്ന് സിദ്റത്തുൽ മുൻതഹായുടെ അരികിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുത്തുനബിതങ്ങൾ യാത്ര പറഞ്ഞു പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനെ വിളിച്ചു. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് പോവുകയാണ്. പ്രകാശത്തിന്റെ മറകൾ ഓരോന്നും അങ്ങയുടെ മുമ്പിൽ ഉയർത്തപ്പെടും. പ്രകാശത്തിന്റെ സമുദ്രങ്ങൾ കടന്ന് വെളിച്ചങ്ങളുടെ ലോകങ്ങളും കടന്ന് അങ്ങ് അല്ലാഹുവിന്റെ ഹദറത്തിൽ എത്തിച്ചേരുമ്പോ ഈ സാധുവായ ജിബ്രീലിന്റെ ഒരു ആവശ്യം നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പറയണം. യാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ജിബ്രീൽ താങ്കൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാനുള്ള താങ്കളുടെ ആവശ്യം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരെ രക്ഷപ്പെടുത്താൻ ഒരവസരം എനിക്ക് നൽകാൻ അങ്ങ് അല്ലാഹുവിനോട് പറയണം. ജനങ്ങൾ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ 3000 വർഷം സഞ്ചരിച്ചാലും നടന്നു തീർക്കാൻ കഴിയാത്ത സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നരകത്തിന്റെ മുകളിലൂടെ മനുഷ്യർ കടന്നു പോകുമ്പോൾ പലരും പല വേഗതയിൽ പോകും. കാറ്റിന്റെ വേഗതയിൽ പോകും, കുതിരപ്പുറത്ത് പോകുന്ന വേഗതയിൽ പോകും, മിന്നൽ പിണറിന്റെ വേഗതയിൽ പോകും. കുറെ ആളുകൾ അങ്ങനെ രക്ഷപ്പെട്ടു പോകും. എന്നാൽ ഒരുപാട് ആളുകൾ അവിടെ പ്രയാസപ്പെടും. പലരും ഞൊണ്ടി മുട്ടിലിഴഞ്ഞ് കഷ്ടപ്പെട്ട് സിറാത്ത് പാലം ഇങ്ങനെ കടന്നു പോവുകയാണ്.
ആ സമയത്ത് നബിയെ, അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യരെ എന്റെ ചിറകിലിരുത്തി സിറാത്ത് പാലം കടത്തിക്കൊണ്ടുപോവാനുള്ള ഒരു അവസരത്തിന് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് പറയണമേ യാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാമിനുള്ള സ്നേഹം ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹബീബിന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിജയം എന്ത് എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന സമയമാണ് സിറാത്ത് പാലത്തിന്റെ മുകളിൽ. തൊട്ടു താഴെ നരകമാണ്. ഒന്ന് കാലിടറിയാൽ ആ മനുഷ്യനെ വലിച്ചു നരകത്തിലേക്കിടാൻ താഴെ മലക്കുകൾ കാത്തിരിക്കുകയാണ്. ഈ 3000 വർഷവും നരകത്തീയിന്റെ മുകളിലൂടെയാണ് അവൻ കടന്നു പോവേണ്ടത്. ആളുകൾ ഇങ്ങനെ തന്റെ മുന്നിൽ പോകുന്ന മനുഷ്യൻ പച്ചക്ക് നരകത്തിന്റെ തീയിലേക്ക് വീഴുന്നത് കാണേണ്ടി വരികയാണ്. തന്റെ കൂടെയുള്ള ആളുകൾ ഓരോരുത്തരായി നരകത്തിലേക്ക് ഇങ്ങനെ വീഴുന്ന കാഴ്ച കണ്ട് ആകെ പ്രയാസപ്പെട്ട് കടന്നു പോകുന്ന ഒരു രംഗം. ആ സമയത്ത് നബിയെ, അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യന് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു അവകാശത്തിന് വേണ്ടി, ഒരു അവസരത്തിന് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് പറയണം യാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ സ്വലാത്തുകളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ നമ്മുടെ തിരക്കുകൾക്കിടയിലൊക്കെ എത്ര തിരക്കുകളുണ്ടെങ്കിലും സമയമില്ലെങ്കിലും ഒരൽപ്പം സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തൽ വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഈ സ്വലാത്തല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നിസ്കാരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. അത് അല്ലാഹുവിന്റെ മുമ്പിൽ കാണിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ മറ്റുള്ള ഇബാദത്തുകളെ പടച്ചവന്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? പിന്നെ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് തിരു ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വലാത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പതിവ് ജീവിതത്തിൽ ഇല്ലാത്തവർ ഇന്ന് മുതൽ അതൊരു പതിവായി കൊണ്ടുവരണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. ഒരു നിശ്ചിതമായ അളവ്, അത് നമുക്ക് എത്രയാണോ എളുപ്പമുള്ളത് അത് എല്ലാ ദിവസവും ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തിയേ തീരൂ. അല്ലാഹു നമ്മെ അതിനെ സഹായിക്കുമാറാവട്ടെ. ആലം പടച്ചവന്റെ ആജ്ഞയ്ക്കു പാത്രമായി ആകാശവീതി പൂകി മേറാജ് പോയതല്ലേ റസൂലേ ഉടയോനിൽ മാത്രം ഉള്ളം പതിച്ച പരിതാപമേറെ പലതും സഹിച്ച മനുഷ്യകുലത്തെ ഉണർത്തി നയിച്ച തിരുദൂതരേ എൻ മഹമൂദരേ, ഒരു ജ്ഞാനപ്പൂകൾ പാടുവേ, ഒരു ജ്ഞാനപ്പൂകൾ പാടുവേ യാ റസൂലല്ലാഹ്. ഞങ്ങൾ അങ്ങയുടെ മഹത്വങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മഹത്വങ്ങൾ ഞങ്ങൾ ഓരോന്നായി വാഴ്ത്തി പാടുമ്പോഴും ഞങ്ങളുടെ തെറ്റുകൾ അതിലൂടെ പൊറുക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെയോ യാ ഹബീബല്ലാഹ്. സ്വലാത്തിലല്ലേ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടും. ഒരു പക്ഷേ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ തെറ്റ് പൊറുക്കപ്പെട്ടു എന്ന് തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള ഖേദമോ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം എന്നുള്ള ചിന്തയോ മനസ്സിലില്ലാതെ നാവ് കൊണ്ട് മാത്രം നമ്മളത് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കളവ് എന്നാണ് പറയാ. പക്ഷേ സ്വലാത്തുകൾ ഒരാൾ മനസ്സുകൊണ്ട് ചിന്തിക്കാതെ ചൊല്ലിയാലും, തമാശയിൽ ചൊല്ലിയാലും, കാര്യത്തിൽ ചൊല്ലിയാലും, ആളുകൾ കാണാൻ വേണ്ടി ചൊല്ലിയാലും, അല്ലാഹു കാണാൻ വേണ്ടി ചൊല്ലിയാലും എല്ലാം അതിന് പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധമായ ദീന് പഠിപ്പിച്ചിരിക്കുന്നു. സ്വലാത്തിന്റെ മഹത്വം നമ്മൾ അതിലൂടെ തിരിച്ചറിയുകയാണ്. തെറ്റുകൾ ഇങ്ങനെ പൊറുക്കപ്പെടും. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ഒരുപാട് ദിക്റുകൾ ചൊല്ലാറുണ്ട്. ആ ദിക്ർ ചൊല്ലാനുള്ള സമയം ഞാൻ മാറ്റി വെച്ചിട്ട് സ്വലാത്ത് ചൊല്ലട്ടെയോ?
അപ്പൊ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്കില് നിന്റെ ജീവിതത്തിലുള്ള എല്ലാ ടെൻഷനുകളും അള്ളാഹു മാറ്റിത്തരും. എല്ലാ ടെൻഷനുകളും അള്ളാഹു മാറ്റിത്തരും. സ്വലാത്തുകൾ ചൊല്ലുക. മനസ്സിന് വല്ലാത്ത പിരിമുറുക്കം അനുഭവപ്പെടുമ്പോൾ, വല്ലാത്ത പ്രയാസം മനസ്സിന് തോന്നുമ്പോൾ, വല്ലാത്ത ടെൻഷൻ ഉണ്ടാകുമ്പോൾ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരും. അതോടൊപ്പം നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്തൂദിത്ത റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
പിതാവ് യാത്രയായിരിക്കുന്നു മോനെ. മുത്തുനബി തങ്ങൾ എന്ന പിഞ്ചു പൈതലിനെ ആമിന ബീവി റളിയല്ലാഹു അൻഹ മക്കത്തെ ആ ചെറിയ കുടിലിൽ ഇങ്ങനെ ഇരുന്നിട്ട് താരാട്ടുപാടി ഉറക്കുന്ന ഒരു രംഗമൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഹബീബിന്റെ പൂമുഖം കാണുമ്പോഴെല്ലാം തന്റെ ഭർത്താവിന്റെ മുഖം ഓർമ്മ വന്ന ആമിന ബീവി എത്ര രാത്രികളിൽ കണ്ണീരും കയ്യുമായി കഴിച്ചു കൂട്ടിയിട്ടുണ്ടാകും. രാരീരോ 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 കുഞ്ഞിക്കണ്ണും പൂട്ടി മിന്നും കിനാക്കൾ കണ്ടുറങ്ങോ വല്ലവീനേ. കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങൂ അല്ലമീനേ. പൊന്നുമോനെ, നിന്റെ പിതാവ് പോയതിനു ശേഷം ഈ ഉമ്മാന്റെ കണ്ണുനീർ ഉടങ്ങിയിട്ടില്ല. ഈ ഉമ്മാന്റെ കരച്ചിൽ നിന്ന് ഒരു ദിവസമില്ല. എന്റെ താരാട്ട് കേട്ട് നീ ഉറങ്ങൂ പൊന്നുമോനെ എന്ന് തനവിധങ്ങളെ ആമിന ബീവി റളിയല്ലാഹു അൻഹ താരാട്ടുപാടി ഉറക്കുന്ന ഒരു രംഗം ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. 6 വയസ്സ് വരെ പ്രിയപ്പെട്ട ഉമ്മയുടെ തണലിൽ മുത്തുനബി തങ്ങൾ ജീവിക്കുകയാണ്. 6ാമത്തെ വയസ്സില് പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി മദീനയിലേക്ക് മുത്തുനബി തങ്ങളും ആമിന ബീവിയും അവരുടെ സേവകയായിരുന്ന ഉമ്മു ഐമൻ ബീവിയും യാത്ര തിരിക്കുകയാണ്. അവര് തിരിച്ചു വരുന്ന സമയത്ത് മക്കയുടെയും മദീനയുടെയും ഇടയിൽ അബവാ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പേര് കേൾക്കുമ്പോഴേക്ക് മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരാളുടെ മനസ്സൊന്ന് പെടഞ്ഞു പോകും. 6 വയസ്സുള്ള കൊച്ചു ബാലനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചലനമറ്റു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മയ്യത്തിനരികിൽ പൊട്ടിക്കരഞ്ഞ നാടാണ് അബവാ. ആ ഉമ്മയുടെ കാലിൽ പിടിച്ച് തിരുനബി തങ്ങൾ തേങ്ങിക്കരഞ്ഞ നാട്. ആ പേര് കേൾക്കുമ്പോഴേ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നൊരു വിങ്ങൽ കടന്നു വരാത്ത ഒരു വിശ്വാസി ഉണ്ടാവില്ല. ദേശത്ത് ആമിന ബീവി അന്ത്യ സമയത്ത് അവരൊന്ന് തേങ്ങി. ദേശത്ത് ആമിന ബീവി അന്ത്യ സമയത്ത് അവരൊന്ന് തേങ്ങി. ആരോരുമില്ലാത്തി പൈതലിന് ആരാരു തുണയേകും തമ്പുരാനേ. ആരാരു തുണയേകും തമ്പുരാനേ. ആമിന ബീവി റളിയല്ലാഹു അൻഹ മരണത്തോട് മുഖാമുഖം നിൽക്കുന്ന സമയം, ഇനി തന്റെ ജീവിതത്തിൽ കൂടുതൽ സമയമില്ല എന്ന് തിരിച്ചറിയുന്ന ആ സമയം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ അടുത്ത് വിളിച്ച് ചേർത്ത് നിർത്തിയിട്ട് ആമിന ബീവി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മോനെ, ഞാൻ പോവുകയാണ്. ഉപ്പയുടെ തണൽ ലഭിക്കാത്ത പ്രിയപ്പെട്ട ഹബീബിനോട് ഉമ്മ പറയാണ്, ഞാനും പോവാണ്. നന്നായി വളരണം, നല്ല കുട്ടിയായി വളരണം. ഈ കുട്ടിയാണ് ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്ന ചരിത്ര പുരുഷനുകൾ. ആമിന ബീവി അറിഞ്ഞിട്ടുണ്ടാവും ഈ കുഞ്ഞിന് വളരാൻ ഉപ്പയുടെയും ഉമ്മയുടെയും തണൽ ആവശ്യമില്ല എന്ന്. ആമിന ബീവി മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ ഈ കുഞ്ഞിനെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ആമിന ബീവി എന്ന് അറിഞ്ഞിട്ടുണ്ടാവും. രാജാതിരാജനായ റബ്ബിനോട് ആമിന ബീവി പറഞ്ഞിട്ടുണ്ടാവില്ലേ, എന്റെ പ്രിയപ്പെട്ട കുട്ടി ഉപ്പയെ കാണാതെ ഭൂമിയിലേക്ക് ജനിച്ചു വീണ എന്റെ കുഞ്ഞിനെ ഞാനും ഉപേക്ഷിച്ചു പോവുകയാണ്. പടച്ചോനെ, എന്റെ കുട്ടിയെ നീ ഏറ്റെടുക്കണേ എന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹ എന്ന് പടച്ചോനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. മുത്തുനബി തങ്ങളുടെ കൂടെ ആ സമയത്തുണ്ടായിരുന്നത് ഉമ്മു ഐമൻ ബീവിയാണ്. അരങ്ങത്തിന് സാക്ഷിയായി ഉമ്മു ഐമൻ ബീവിയാണ് ഉണ്ടായിരുന്നത്. ഉമ്മു ഐമൻ ബീവി ഒരുപാട് പുണ്യം ചെയ്ത വനിതയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതകാലം മുഴുവൻ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് മുത്തുനബി തങ്ങളെ പോറ്റി വളർത്തിയത് ഉമ്മു ഐമൻ ബീവിയാണ്. ഹബീബായ തങ്ങൾ വഫാത്തായതിനു ശേഷമാണ് അവർ വഫാത്താവുന്നത്. മുത്തുനബി തങ്ങൾ ഉമ്മു ഐമൻ ബീവിയെ കണ്ടാൽ വിളിക്കാറുണ്ടായിരുന്നത് ഉമ്മ എന്നാണ്. അന്ന് അബവായിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ മാതൃത്വത്തിന്റെ തണലിന് പകരമായി അള്ളാഹു തനിക്ക് തന്ന ഉമ്മയാണിത്.
എന്ന് മുത്തുനബി തങ്ങൾ ഉമ്മു ഐമൻ ബീവിയെ അഭിസംബോധന ചെയ്തിരുന്നത് കാണാൻ കഴിയും. ഹബീബായ തങ്ങൾ വഫാത്തായ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വഹാബിമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ പോലും മറന്ന് പലരും സമനില തെറ്റി നടക്കുകയാണ്. മുത്തുനബി തങ്ങൾ വഫാത്തായി എന്ന വാർത്ത കേൾക്കുമ്പോൾ പലർക്കും സ്വന്തത്തെ കുറിച്ച് പോലും ഓർമ്മയില്ല. ആരും ആരെയും കണ്ടിട്ട് ചിരിക്കുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി കരയുകയാണ്. നമുക്ക് ചില സമയങ്ങളിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും. ഗൾഫിലുള്ള ഒരാള് അയാളുടെ വാപ്പ മരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ ഗൾഫിലായിരിക്കുമ്പോഴാണ് ആ വാർത്ത കേൾക്കുന്നത്, വാപ്പ മരിച്ചിട്ടുണ്ട്. ഫോണിൽ ആ വാർത്ത കേൾക്കുമ്പോൾ കുറേ കരയും, ഒരുപാട് കരയും. പിന്നെ കരഞ്ഞിരുന്നാൽ ശരിയാവില്ല, ടിക്കറ്റ് എടുക്കണം, രേഖകൾ ക്ലിയർ ചെയ്യണം, നാട്ടിൽ പെട്ടെന്ന് എത്തണം, മയ്യത്തെടുക്കുന്നതിന് മുമ്പ് നാട്ടിലെത്തണം എന്നുള്ള ചിന്തയിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നതിന്റെ ഇടയിൽ പിന്നെ ആ ദുഃഖത്തിന്റെ ഒരു തീവ്രത അയാൾ മറന്നുപോകും. പിന്നെ അങ്ങനെ കരച്ചിലൊന്നും വരില്ല. പിന്നെ എങ്ങനെയാ, പിന്നെ വിമാനം കയറി നാട്ടിൽ വന്ന് എയർപോർട്ടിൽ നിന്ന് വാഹനം കയറി വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ സ്വന്തം പെങ്ങന്മാരെ കാണുമ്പോൾ, ജ്യേഷ്ഠന്മാരെ കാണുമ്പോൾ, അനിയന്മാരെ കാണുമ്പോൾ, സ്വന്തം കൂടപ്പിറപ്പുകളെ കാണുമ്പോൾ പിന്നെയും അവരുടെ ദുഃഖം അനിയന്ത്രിതമായി പൊട്ടിയൊഴുകും. മുത്തുനബി തങ്ങൾ വഫാത്തായി കഴിഞ്ഞതിനു ശേഷം സ്വഹാബിമാര് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കരയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അടുത്തിരുന്നിട്ട് കരയുകയാണ്. ഒന്നും പറയാൻ കഴിയുന്നില്ല. അവസാനം അവര് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സമാധാനത്തിന്റെ വാക്കുകൾ കേൾക്കും. മുത്തുനബി തങ്ങളുടെ ഉമ്മയല്ലേ. അവിടെ ചെന്നു, അവരും കരയുകയാണ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അല്ലയോ ഉമ്മു ഐമൻ ബീവി, എന്തിനാണ് നമ്മൾ കരയുന്നത്? ഹബീബായ തങ്ങൾക്ക് ദുനിയാവിനേക്കാൾ ഖൈർ ആഖിറമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തപ്പോ മുത്തുനബി തങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ, എനിക്ക് ദുനിയാവ് വേണ്ട ആഖിറം മതി എന്ന് തിരഞ്ഞെടുത്തു പോയതല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ കരയുന്നത്? ഉമ്മു ഐമൻ ബീവി പറഞ്ഞു, ഞാൻ കരയുന്നത് ഹബീബായ തങ്ങൾ വഫാത്തായതിന്റെ പേരിലല്ല, ഇനി ഒരിക്കലും ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി ഈ ദുനിയാവിലേക്ക് ഇറങ്ങി വരില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ്. ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം അസ്തമിച്ചല്ലോ എന്നോർത്തിട്ടാണ്. മുത്തുനബി തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് നമുക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. എന്തു പ്രശ്നങ്ങൾ ഉണ്ടായാലും ഹബീബിന്റെ അരികിൽ ചെന്നാൽ മതി. എന്തു തർക്കങ്ങൾ ഉണ്ടായാലും മുത്തുനബി തങ്ങളുടെ അടുത്തേക്ക് പോയാൽ മതി. എന്ത് പ്രയാസങ്ങൾ വന്നാലും, ദുഃഖം വന്നാലും, സന്തോഷം വന്നാലും ഹബീബിന്റെ അരികിൽ ചെന്നാൽ മതി. ഇനി എങ്ങനെ ഒരാൾ നമുക്കിടയിൽ ഇല്ലല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്ക് കരച്ചിലടക്കാൻ കഴിയാതെ വരുന്നത് എന്ന് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ. മുത്തുനബി തങ്ങളുടെ 6ാമത്തെ വയസ്സ് വരെ മാത്രമേ നമ്മൾ പറഞ്ഞതുള്ളൂ. അങ്ങനെ കാലം കഴിയും, കാലമോരു നാളിൽ ആമിന ബീവി പൂമകനെ വിട്ടുപോയി മണ്ണിൽ. ആരുമില്ലാതെ ഭൂമിയിൽ നബിയുള്ളാഹ് 6 വയസ്സായ കാല കാറ്റലാം നബിയുള്ളാഹ്. ആരുമില്ലാതെ ഭൂമിയിൽ ഏകനായി തന്റെ പ്രയാസം പറയാൻ ഒരു കൂടപ്പിറപ്പില്ല, ജ്യേഷ്ഠനില്ല, അനിയനില്ല, ജ്യേഷ്ഠത്തിയില്ല, അനിയത്തിയില്ല, ആരൂരുമില്ലാതെ മുത്തുനബി തങ്ങൾ ഒറ്റക്കായി. പക്ഷേ ആ ജന്മം അല്ലാഹു ഏറ്റെടുത്തതായിരുന്നല്ലോ. ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر. നബി, അങ്ങ് യതീമായപ്പോ അങ്ങേക്ക് അഭയം തന്നത് ഞാനാണ്. അങ്ങ് ദരിദ്രനായിരുന്നപ്പോ ഖദീജ ബീവി എന്ന സമ്പന്നയായ അങ്ങയുടെ സഹധർമ്മിണിയെ കൊണ്ട് അങ്ങേക്ക് സമ്പത്ത് തന്നത് ഞാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ആ അനുഗ്രഹങ്ങളെ മുത്തുനബി തങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. 2 വർഷം കഴിയുമ്പോ താങ്ങും തണലുമായിരുന്ന തന്റെ പിതാമഹനും കൂടി ലോകത്തോട് വിട പറയാണ്. പിന്നെ മുത്തുനബി തങ്ങളെ പോറ്റി വളർത്തിയത് അബൂ ത്വാലിബ് എന്നവരാണ്. അബൂ ത്വാലിബ് ഹബീബായ തങ്ങളെ സംരക്ഷണം ഏറ്റെടുത്തെങ്കിലും ഭയങ്കരമായ ദാരിദ്ര്യവും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് മുത്തുനബി തങ്ങൾ പട്ടിണി കിടന്നുകൊണ്ട് ജീവിച്ചത്. പാപ്പ ഉണ്ടാവുമ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാവില്ല. നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഏത് കാര്യങ്ങൾ ചോദിച്ചാലും ഉടനത് വാങ്ങിത്തരികയും എന്താവശ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് പോയി പറയാൻ നമ്മുടെ വാപ്പയുണ്ട്. പാപ്പ ഇല്ലാതാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു തടൽ തന്നെ നഷ്ടപ്പെട്ടതായി നമുക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ മാതാപിതാക്കളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. പാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത കുട്ടികളോട് ചോദിച്ചാൽ അറിയാം ആ വിഷമം. മുത്തുനബി തങ്ങൾക്ക് ആ ഒരു വേദന പറയാൻ ഒരു ജ്യേഷ്ഠനോ അനിയനോ പോലും ഇല്ലല്ലോ. ആമിന ബീവിക്ക് ആകെ ഒരു കുട്ടിയാണുള്ളത്.
അബൂ താലിബ് എന്നൊരു വലിയ ദരിദ്രനും പ്രയാസമുള്ള ആള്, വലിയ സമ്പന്നനുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പട്ടിണി കിടന്ന് ജീവിക്കുകയാണ്. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാൻ ബാപ്പയില്ല. അങ്ങനെ നുബുവത്ത് ലഭിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേറെ പ്രയാസങ്ങളൊന്നുമില്ലാതെ ദാരിദ്ര്യവും പട്ടിണിയും സഹിച്ചുകൊണ്ട് അവിടുന്ന് ജീവിക്കുകയാണ്. അതിനിടക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തപ്പോൾ മുത്തനബി തങ്ങൾക്ക് വല്ലാത്ത സമാധാനം ഉണ്ടാവുന്നു. പിന്നീട് നുബുവത്ത് കിട്ടിയതോടുകൂടി ജീവിതത്തിന്റെ രൂപം തന്നെ മാറി മറിയുകയാണ്. അതുവരെ തന്നെ ബഹുമാനിച്ചിരുന്നവര്, തന്നെ ആദരിച്ചിരുന്നവര്, തന്നെ കാണുമ്പോൾ പരിഗണിച്ചിരുന്നവര്, ഖുറൈശി കുടുംബത്തിലെ ഉന്നത കുലജാതൻ എന്ന പരിഗണന തനിക്ക് തന്നിരുന്നവര്, താൻ വിശ്വസ്തനെന്ന് പുകഴ്ത്തിപ്പാടിയിരുന്നവര്, ഓരൊറ്റ നിമിഷം കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരാവുക. സ്വന്തം നാട്ടിൽ വിലയില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. സ്വന്തം നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു പരീക്ഷണമാണ്. അല്ലാഹു നമുക്ക് ആർക്കും അങ്ങനെ ഒരു പരീക്ഷണം തരാതിരിക്കട്ടെ. പിന്നെ നമ്മൾ എവിടേക്ക് പോകും? നമ്മൾ എവിടെ പോകും? നമ്മൾ ജനിച്ചതും വളർന്നതും നമ്മുടെ കുടുംബവും ബന്ധുക്കളും എല്ലാവരും ഉള്ളതാ നാട്ടിലല്ലേ. പ്രത്യേകിച്ച് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം കഅബയുള്ള നാട് എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. അവർ നാട്ടിലേക്ക് പോയി താമസിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മദീനയിലേക്ക് മുത്തനബി തങ്ങൾ ഹിജ്റ പോകുന്നതിന്റെ ആ യാത്രയിൽ മക്കയുടെ അതിർത്തി കടന്നിട്ട് നബി തങ്ങൾ തിരിഞ്ഞു നിൽക്കുകയാണ്. വല്ലാഹി ഇന്നക ലഅഹബ്ബുൽ ബിലാദി ഇലയ്യ, അല്ലയോ മക്ക, ഈ ഭൂമിയുടെ മുകളിലുള്ള നാടുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് നീയാണ്. ഈ നാട്ടിലുള്ളവർ എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടെ വിട്ടു പോവാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല എന്ന് മക്കയോട് മുത്തനബി തങ്ങൾ വേദനയോട് പറഞ്ഞ ഒരു രംഗമുണ്ട്. ആ സമയത്തും ഹബീബായ തങ്ങൾ സഹിച്ച വേദന വല്ലാത്തതാണ്. മുത്തനബി തങ്ങളെ അവർ ശപിക്കുകയാണ്, പരിഹസിക്കുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്, മർദ്ദിക്കുകയാണ്. എന്തെല്ലാം പീഡനങ്ങൾ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് ആ പരിശുദ്ധമായ ശിരസ്സിൽ ചാർത്തുകയാണ്. ഒട്ടകത്തിന്റെ കുടൽമാല എന്ന് പറയുന്നത് ഒരു മനുഷ്യനെടുത്താൽ പൊങ്ങുന്നതിനേക്കാളും വലുതാണ്. അത് ചീഞ്ഞളിഞ്ഞു പോയത് അതൊരു മനുഷ്യന്റെ തലയിൽ കൊണ്ടുവന്ന് ചാർത്തുമ്പോ അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന അവശിഷ്ടങ്ങളും ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന രക്തവും എന്തെല്ലാം ഹബീബിന്റെ ശരീരത്തിലൂടെ ഒഴുകിയിട്ടുണ്ടാവും. എവിടെയാണ്? വിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്ന സമയത്താണത്. ഒരിക്കലും ഹബീബായ തങ്ങൾ തന്റെ ഉമ്മത്തിലെ മനുഷ്യർക്കെതിരെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് നബി തങ്ങളുടെ സ്വഭാവമായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് ഹബീബിന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോയി. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്ന തന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് ഈ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ടവരെ നശിപ്പിക്കാൻ നബിതങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഹബീബിന്റെ ജീവിതത്തിലെ വളരെ 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 അപൂർവമായ പ്രാർത്ഥനകളിൽ ഒന്നായിരുന്നു അത്. അത്രയേറെ ഹബീബിന് പ്രയാസമുണ്ടായി. അന്ന് ഫാത്തിമ ബീവിക്ക് 8 വയസ്സാണ് പ്രായം. 8 വയസ്സ് പ്രായമുള്ള ബാലികയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട പിതാവിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ശരീരത്തിൽ നിന്ന് അഴുക്കുകൾ നീക്കം ചെയ്യുകയാണ്. വെള്ളം കൊണ്ടുവന്ന് പ്രിയപ്പെട്ട പിതാവിന്റെ ശരീരത്തിൽ ഒഴുക്കുമ്പോ ഒരു കുടം കണ്ണുനീരും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകളിൽ നിന്ന് തിരു ഹബീബിന്റെ ശരീരത്തിലേക്ക് ഒഴുകി വീഴുകയാണ്. അന്ന് ഫാത്തിമ ബീവി എന്ന കൊച്ചുകുട്ടി നബി തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലെ ചെറിയ മക്കള് അവർക്ക് ബാക്കിയുള്ളവർ കരയാന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത വിഷമായിരിക്കും. ഇപ്പൊ ഇന്നലെ എന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞു, എന്റെ ചെറിയ മോളെ കുറിച്ച്, എന്റെ കണ്ണ് നിറഞ്ഞാലും ഓക്ക് വല്ലാത്ത വിഷമാണ്. ഇന്നലെ വന്നിട്ട് എന്തോ ആവശ്യം എന്തോ ചിന്തിച്ചിങ്ങനെ ഇരുന്ന് കരയാണ്. അപ്പോ വന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തിട്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. രാത്രി എന്തോ ഒരു കഥ പറയുന്നതിന്റെ അടുക്ക് എന്റെ ഭാര്യന്റെ ഉമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോ ഉമ്മാനെ പറ്റി ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമാണ്. അവ എന്തോ ഉമ്മാനെ കുറിച്ച് എന്തോ പറഞ്ഞു കൊടുക്കുമ്പോ രാത്രി ഇങ്ങനെ പെട്ടെന്ന് ഇവളിങ്ങനെ മുഖത്തേക്ക് തപ്പി നോക്കുകയാണ്, ഉമ്മ കരയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ചെറിയ മക്കൾ അങ്ങനെയാ. 8 വയസ്സുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപ്പാനെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ആ സമയത്ത് നിഷ്കളങ്കയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുനീര് കൊണ്ടാണ് അന്ന് ഹബീബിന്റെ ശരീരം വൃത്തിയാക്കി കൊടുത്തത്. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നമുക്കറിയാം. ത്വായിഫിന്റെ സംഭവങ്ങളൊക്കെ നമുക്ക് എന്തിനാണ് നബി തങ്ങൾ ത്വായിഫിലേക്ക് പോയത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി, അബൂ ത്വാലിബ് എന്നവർ വഫാത്തായി. ഒരേ വർഷം
ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസമേ അവരുടെ മരണത്തിനിടയിൽ ഉണ്ടായ 3 ദിവസം എന്നൊരു അഭിപ്രായമുണ്ട്. ഒരാൾ വഫാത്തായി 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്ത ആൾ വഫാത്തായത്. ഇരട്ടി വേദനയാണ്. ഈ 2 പേര് വഫാത്തായതോടുകൂടി പിന്നെ മക്കത്ത് തന്നെ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നബി തങ്ങളുടെ സാഹചര്യങ്ങൾ മാറി. ഇനി മക്കത്ത് നിന്നാൽ ജീവൻ അപകടത്തിലാണ് എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ആരെങ്കിലും തനിക്ക് അഭയം തരാനുണ്ടോ എന്നറിയാൻ ത്വായിഫിലേക്ക് ഹബീബായ തങ്ങളെ യാത്ര പോയത്. പക്ഷേ അത് ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഒരു അനുഭവമാണ് നബി തങ്ങൾക്ക് സമ്മാനിച്ചത്. പിൽക്കാലത്ത് കുറെ കാലങ്ങൾക്ക് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനോട് ചോദിച്ചിട്ടുണ്ട്, നബിയെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായത് ഉഹദ് യുദ്ധത്തിന്റെ അന്നല്ലേ? കാരണം അന്നാണല്ലോ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത്. ഹബീബിന്റെ ഒരുപാട് നല്ല നല്ല സ്വഹാബിമാര് 70ഓളം ആളുകൾ ഓർക്കാപ്പുറത്ത് മരണം പുൽകിയത് അന്നാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചത്, അവിടുത്തെ പല്ലുകൾ പൊട്ടിയത്, അവിടുത്തെ ശരീരത്തിൽ മുഖത്ത് അങ്കിയുടെ ഒരു കണ്ണി ആഴ്ന്നിറങ്ങിയത് എല്ലാം ആ ഉഹദ് യുദ്ധത്തിന്റെ സമയത്താണ്. വല്ലാത്ത പ്രയാസം. അന്നല്ലേ നബിയെ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്? അല്ല, എനിക്ക് ത്വായിഫിൽ വെച്ചാണ് എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ, തകർത്തു കളഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായത് എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞു. വല്ലാത്ത പ്രതീക്ഷയിലാ പോയത്. പക്ഷെ ആരും സ്വീകരിച്ചില്ല. സ്വീകരിക്കുന്നതിന് പകരം അവര് കല്ലെറിഞ്ഞു, കൂക്കി വിളിച്ചു, പരിഹസിച്ചു. കല്ലേറ് കൊള്ളാൻ കഴിയാതെ മുത്തനബി തങ്ങളും കൂടെ സെയ്ദ് റളിയല്ലാഹു അൻഹു കൊണ്ട് 2 ആളും തിരിച്ചു മക്കയിലേക്ക് വരാം. മക്കയും ത്വായിഫും തമ്മിൽ 80 കിലോമീറ്റർ ദൂരമുണ്ട്. ഇടയിൽ വലിയ പർവ്വതങ്ങളുണ്ട്. ഈ 80 കിലോമീറ്റർ നടന്ന് ആ പർവ്വതങ്ങൾ കയറിയിട്ടാണ് നബി തങ്ങൾ ത്വായിഫിലെത്തുന്നത്. പക്ഷേ അവർ നബി തങ്ങളെ നല്ല രീതിയിൽ സ്വീകരിച്ചില്ല. അവസാനം കല്ലേറ് കൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു. വല്ലാത്ത പ്രയാസം, ദാഹവും ക്ഷീണവും സഹിക്കാൻ കഴിയാതെ മുത്തനബി തങ്ങൾ ഒരു തോട്ടത്തിലേക്ക് കയറുകയാണ്. ഒരു തോട്ടത്തിലേക്ക്. ആ തോട്ടം മക്കക്കാരനായ ഒരു ഖുറൈശിയുടേതാണ്. ആ ഖുറൈശി നബി തങ്ങളുടെ ശത്രുവാണ്. നബി തങ്ങളുടെ ശത്രുവായിരുന്ന ആ ഖുറൈശിക്ക് പോലും ആ സമയത്ത് മുത്തുനബി തങ്ങളുടെ പ്രയാസം കണ്ടിട്ട് മനസ്സലിഞ്ഞു പോയി. അത്രയേറെ വേദനയിലാണ് ഹബീബായ തങ്ങൾ ആ തോട്ടത്തിലേക്ക് കയറുന്നത്. ക്ഷീണിതനായി, ദുഃഖിതനായി മുത്തുനബി തങ്ങൾ അല്ലാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇലൈക അശ്കൂ ഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. അല്ലാഹുവേ, എന്റെ ഈ നിസ്സഹായത ഞാൻ നിന്റെ മുമ്പിൽ പരാതിയായി വെക്കുന്നു റബ്ബേ. എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല, എന്നെ സ്വീകരിക്കാൻ ആരുമില്ല, എന്നെ വിശ്വസിക്കാൻ ആരുമില്ല, എനിക്ക് അഭയം തരാൻ ആരുമില്ല. ജനങ്ങളെല്ലാവരും എന്നെ നിന്ദിക്കുന്നു റബ്ബേ. ജനങ്ങളുടെ മുമ്പിലുള്ള ഞാൻ ഈ അനുഭവിക്കുന്ന നിന്ദ്യത ഒരു പരാതിയായി നിന്റെ മുമ്പിൽ ഞാൻ വെക്കുന്നു അല്ലാഹ്. ആ വാക്കിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. പടച്ചവനെ, നീ ആരിലേക്കാണ് എന്നെ ഏൽപ്പിക്കുന്നത്? എന്നെ ആക്രമിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ശത്രുവിന്റെ കൈകളിലേക്കാണോ എന്ന് അല്ലാഹുവിനോട് മുത്തനബി തങ്ങൾ ചോദിക്കുന്ന ക്ഷമയുടെ എല്ലാ അതിരുകളും കടന്ന വേദനയിലൂടെ ഹബീബ് കടന്നുപോയ ആ നിമിഷം. പിന്നീട് സെയ്ദ് റളിയല്ലാഹു അൻഹു മുത്തനബി തങ്ങൾ മക്കത്തേക്ക് തിരിച്ചു വരും. നബി തങ്ങൾ പറയാ, പിന്നെ ഞാനൊരു സാധാരണ നിലയിലേക്ക് എന്റെ അവസ്ഥകൾ മാറി വരാൻ, എന്റെ ചിന്തകൾ ഒരു സമനിലയിലേക്ക് എത്താൻ പിന്നെ ദിവസങ്ങൾ എടുത്തു. അന്ന് ത്വായിഫിൽ വെച്ച് സംഭവിച്ച ആ പ്രയാസങ്ങളുടെ ആഘാതത്തില് വല്ലാതെ പരിസരം പോലും മറന്നുകൊണ്ടാണ് ചില ദിവസങ്ങൾ മുത്തനബി തങ്ങൾ കഴിച്ചുകൂട്ടിയത്. അത് സാധാരണ ഗതിയിലേക്ക് തിരിച്ചു വരാൻ ദിവസങ്ങൾ എടുത്തു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച വേദന അതൊക്കെ എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് മക്ക വിട്ടുപോയത്? അവിടുന്ന് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിലാണോ? അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ചതിന്റെ പേരിലാണോ? എന്തെങ്കിലുമൊക്കെ തമ്മാടിത്തം ചെയ്തതിന്റെ പേരിലാണോ? ആരെങ്കിലും ആക്രമിച്ചതിന്റെ പേരിലാണോ? ഒന്നുമല്ലല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഖുറൈശികളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതഖതുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആയിരക്കണക്കിന് ദൈവങ്ങൾക്ക് പകരം ഒരൊറ്റ ആരാധ്യൻ മാത്രമാണ്, അവൻ അല്ലാഹുവാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ഈ പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ കൊലപ്പെടുത്തുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കാണ് ഖുറൈശികളോട്. ഖുറൈശികൾ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. അദ്ദേഹത്തിന്റെ മേലിൽ ചാടി വീണു. അടിയേറ്റ് അദ്ദേഹത്തിന്റെ മൂക്ക് പൊട്ടി രക്തം വരാൻ തുടങ്ങി. മഹാനവറുകൾ ബോധരഹിതനായി വീണു. രാവിലെ ബോധം കെട്ടുപോയ
മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം തെളിയുന്നത് വൈകുന്നേരമാണ്, രാത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പരിക്ക് എത്ര ഗുരുതരമായിരിക്കും. ഒരു ദിവസം മുഴുവൻ, ഒരു പകല് മുഴുവൻ അദ്ദേഹം ബോധം കെട്ട് കിടക്കുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. കണ്ണുകൾ മെല്ലെ തുറന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ചോദിച്ച ചോദ്യം, മാ ഫഅല റസൂലുള്ളാഹ്, എന്റെ ഹബീബിന് എന്തു പറ്റി? വീട്ടുകാര് പറഞ്ഞു, അബൂബക്കർ നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത്? നിങ്ങൾ ബോധം കെട്ടിട്ട് എത്ര സമയമായി, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം നിങ്ങൾ കുടിക്കൂ, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാം മുഹമ്മദ് നബിയെ കുറിച്ച്, എന്നിട്ട് നമുക്ക് നോക്കാം. അദ്ദേഹം പറഞ്ഞു, എന്റെ ഹബീബ് സുഖമായിരിക്കുന്നു എന്നറിയാതെ ഞാനൊരു തുള്ളി വെള്ളം പോലും കുടിക്കുന്ന പ്രശ്നമില്ല. മുത്തുനബി തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതുകൊണ്ട് സമാധാനപ്പെടില്ല. എന്റെ ഹബീബിനെ നേരിട്ടു കാണാതെ മുത്തുനബി തങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഈ സിദ്ദീഖ് ഒരു തുള്ളി വെള്ളവും കുടിക്കൂല. ഹബീബിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. വെറുതെയാണോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ ഈമാന്റെ ആളായി? അദ്ദേഹത്തിന്റെ നിസ്കാരവും നോമ്പോ ഇതൊന്നുമല്ല കാരണം. മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്ത് മാത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. രാജന്നൂറിന്റെ മദ്ഹ് പാടി ഞാൻ രാത്രിയെ പകലാക്കിടാം. രാജാവിൻ മുന്നിൽ നന്മ തൂക്കുമ്പോൾ യാ നബി പുണ്യം നൽകണേ. അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. എന്റെ കൈകളെ കൊണ്ടാമേനിൽ തൊട്ടിരുന്നെങ്കിൽ യാ നബി, എന്റെ ചുണ്ടുകൾ കൊണ്ടാറോളയിൽ മുത്തിയെങ്കിലോ സയ്യിദി. അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നീറി നീറി ഞാനോതും ബൈത്തുകൾ യാ നബി അങ്ങ് കേൾക്കുമോ? ഓതി ഓതി ഞാൻ വീഴ്ത്തും കണ്ണുനീർ യാ ഹബീബ് അങ്ങറിയുമോ? സലാത്തു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവിലേക്ക് ജനങ്ങളെ വിളിച്ചു എന്ന ഒറ്റ കാരണത്താൽ മുത്തുനബി തങ്ങൾ അനുഭവിച്ച വേദനകൾക്കും പ്രയാസങ്ങൾക്കും പരിധിയില്ല. അതിനിടയിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ്. തനിക്ക് ഉമ്മയെ പോലെ താങ്ങും തണലും നൽകിയ, ഒരു പക്ഷേ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹിക്മത്ത് അത് തന്നെയായിരിക്കും. എന്തിനായിരിക്കും 25 വയസ്സുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇണയായി 40 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ, നേരത്തെ 2 വിവാഹം ചെയ്ത നിരവധി മക്കളുടെ ഉമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളുടെ സഹധർമ്മിണിയായി അള്ളാഹു തീരുമാനിച്ചത് എന്തിനായിരിക്കും? ഏതു പ്രയാസങ്ങൾക്കിടയിലും ഒരു ഉമ്മയുടെ മടിത്തട്ടിൽ വന്ന ഭയം തേടുന്ന പോലെ, ഒരു ഉമ്മയുടെ തണലിൽ സമാധാനം കണ്ടെത്തുന്ന പോലെ മുത്തുനബി തങ്ങൾക്ക് ഒരു ഉമ്മയുടെ സ്ഥാനത്ത്
സ്ഥാനത്ത് നിന്ന് ഹബീബിനെ സമാധാനിപ്പിക്കുവാൻ, സമാശ്വസിപ്പിക്കുവാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ മറുപടി. ഉമ്മയെപ്പോലെ മുത്തുനബി തങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കണ്ണിലെ കൃഷ്ണമണി പോലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനെ പൊറ്റുപുലർത്തുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ സമ്പത്ത് ചെലവഴിച്ചത് എന്തിനാണ്? മക്കത്തെ ഖുറൈശികളായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് വലിയ സദ്യ കൊടുക്കും. എന്നിട്ട് അവർ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന നേരത്തെ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടിയത് ഒരു കാര്യങ്ങളോട് പറയാനാണ്. എൻ്റെ ഭർത്താവ് സാധാരണ മനുഷ്യനല്ല കേട്ടോ, എൻ്റെ ഭർത്താവ് അല്ലാഹുവിൻ്റെ പ്രവാചകനാണ്, അത് നിങ്ങൾ വിശ്വസിക്കണം. അത് പറയാൻ വേണ്ടി എത്രയോ പണം ചെലവഴിച്ചുകൊണ്ട് മക്കത്തുള്ള ജനങ്ങളെ വിളിച്ചു കൂട്ടി സദ്യ കൊടുത്തിട്ടുണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. മുത്തുനബി തങ്ങളോട് ഖദീജ ബീവി പറഞ്ഞിട്ടുണ്ട്, നബിയെ, നിങ്ങളെ വിവാഹം ചെയ്യുന്നതിന്റെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ നബിയായിരിക്കുമെന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഖദീജ ബീവി സാധാരണ പെണ്ണായിരുന്നില്ല, അതിബുദ്ധിമതിയായിരുന്നു, അവര് പക്വമതിയായിരുന്നു. കാര്യങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള പക്വത ഖദീജ ബീവിക്കുണ്ടായിരുന്നു. നബിതങ്ങൾ വിവാഹം ചെയ്യുന്നതിന് 5 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ 20ാമത്തെ വയസ്സിൽ നിങ്ങൾ നബിയായി മാറും. നുബുവത്ത് കിട്ടുന്നതിന്റെ 20 കൊല്ലം മുമ്പ് നിങ്ങൾ നബിയായിരിക്കുമെന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞിരുന്നു എന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാൻ കഴിയും. എന്തായിരുന്നു ആ സംഭവത്തിന് ആധാരം? പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് ഒരിക്കൽ ഒരു ജൂത പണ്ഡിതൻ വന്നു. അയാൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, ജനങ്ങളെ, ഒരു പ്രവാചകൻ കടന്നു വരാൻ സമയമായിട്ടുണ്ട്. ആ പ്രവാചകൻ വരുന്നത് ഈ വിശുദ്ധമായ മക്കയിലാണ്. എന്നിട്ട് തന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്ന സ്ത്രീകളോട് ആ മനുഷ്യൻ പറഞ്ഞു, അല്ലയോ മക്കയിലെ തരുണി മണികളെ, ആ പ്രവാചകന്റെ ഭാര്യയായി മാറാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അത് ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് അതിന് നിങ്ങൾ ശ്രമിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാത്ത കുഫ്ർ ഉള്ളിൽ കയറിയ മക്കയിലെ പെണ്ണുങ്ങൾ ആ മനുഷ്യൻ അവിടെ നാട്ടിയോടിച്ചു. ആ കൂട്ടത്തില് 15 വയസ്സുകാരിയായ ഖദീജ ബീവി ഉണ്ടായിരുന്നു. ഖദീജ ബീവിയുടെ മനസ്സിലേക്ക് ആ വാക്കുകൾ വല്ലാത്ത സ്വാധീനമുണ്ടാക്കി. അന്ന് മുതൽ ഖദീജ ബീവിയുടെ മനസ്സാഗ്രഹിച്ചു, ആ പ്രവാചകൻ വന്നാൽ ആ പ്രവാചകന്റെ സഹധർമ്മിണിയായി ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം തനിക്ക് നേടണമെന്ന്. ഖദീജ ബീവി ആരാണ്? ഒരു വക്ത് നിസ്കരിച്ചിട്ടില്ല, ഒരു റമദാനിലും ഖദീജ ബീവി നോമ്പെടുത്തിട്ടില്ല, ഒരു സക്കാത്തും കൊടുത്തിട്ടില്ല. ഖദീജ ബീവി വഫാത്തായപ്പോ അവരുടെ മേലിൽ മയ്യത്ത് നിസ്കാരം പോലും നടന്നിട്ടില്ല. ഒരു അമലും, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട അമലുകളൊന്നുമില്ല. പിന്നെ ഹജ്ജ്, അത് മക്കക്കാര് നേരത്തെ എല്ലാ വർഷവും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും അവിടുത്തെ വീടും കഅബയും തമ്മിൽ 9 മുഴം മാത്രമാണ് വ്യത്യാസമുണ്ടായിരുന്നത്. 9 മുഴം, ഏതാനും മീറ്ററുകൾ. പരിശുദ്ധ കഅബാലയത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത വീട് ഖദീജ ബീവിയുടേതായിരുന്നു. ഹജ്ജ് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ഇസ്ലാമിന്റെ സ്തംഭങ്ങളായ അമലുകളൊന്നും ഖദീജ ബീവി ചെയ്തിട്ടില്ല. പക്ഷേ നിസ്കരിച്ചവരെക്കാൾ എത്രയോ മുകളിലാണ് ഖദീജ ബീവി. നോമ്പ് നോറ്റവരെക്കാൾ എത്രയോ വലിയ ദറജയിലാണ്. സകാത്ത് കൊടുത്ത് സ്വതക്ക കൊടുത്തവരെക്കാൾ എത്രയോ ഉന്നതങ്ങളിലാണ്. നിസ്കാരം ഖദീജ ബീവിയുടെ ജീവിതത്തിൽ ഇല്ല, ഒരു വക്ത് പോലും ഇല്ല. ഖദീജ ബീവിയുടെ കാലത്ത് നിസ്കാരമില്ല, നോമ്പില്ല, മറ്റു അമലുകൾ, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങളൊന്നുമില്ല. എന്നിട്ടും ഖദീജ ബീവി എത്ര മഹത്വമുള്ളവരാണ്. എന്താ കാരണം? ഈമാനിന്റെ അടിത്തറ അത് തന്നെയാണ്. ഈമാനിന്റെ അടിത്തറ ഹബീബിനെ സ്നേഹിക്കലാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലല്ലേ ആണ്, നോമ്പെടുക്കലാണ്, സക്കാത്ത് കൊടുക്കലാണ്, ഹജ്ജ് ചെയ്യലാണ്, സ്വതക്ക കൊടുക്കലാണ്, അതൊക്കെ തന്നെയാണ്. പക്ഷെ അത് അള്ളാഹുവിന്റെ അടുത്തെത്തി പഠിച്ചോണ്ടത് സ്വീകരിക്കണ്ടേ? അതിന് ഖൽബിന്റെ അകത്തളത്തിൽ തിരു ഹബീബിനോടൊരു മഹബത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. അതുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൊക്കെ പടച്ചവൻ വിട്ടുവീഴ്ച ചെയ്യുമെന്നതിന്റെ ഉദാഹരണമാണതെല്ലാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ മഹത്തുണ്ടായ നിസ്കാരം കൊണ്ടല്ല, നോമ്പ് കൊണ്ടല്ല. അദ്ദേഹം നിസ്കരിക്കാത്തയാളോ നോമ്പ് നോൽക്കാത്ത ആളോ ഒന്നുമല്ല, അതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല അദ്ദേഹത്തിന്റെ മഹത്വത്തിന് കാരണമായത്. അന്ന് സൗർ ഗുഹയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി പോവാൻ. സൗർ ഗുഹ എന്ന് പറയുന്നത് സൗർ മലയുടെ മുകളിലാണ്. സൗർ എന്ന് പറഞ്ഞാൽ കാള എന്നല്ലേ അർത്ഥം. കാളയുടെ പൂഞ്ഞ പോലെ ഇങ്ങനെ ചെങ്കുത്തായി നിൽക്കുന്ന പാറക്കെട്ടാണ് സൗർ മല. ആ മലയുടെ അടിയിൽ പോയിട്ട് 2 തവണ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അത് കണ്ടാൽ നമുക്ക് കയറാൻ കഴിയില്ല. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് തരട്ടെ. അടുത്ത തവണ പോകുമ്പോൾ തീർച്ചയായിട്ടും കയറണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു
കൂടിയാണ് തിരിച്ചു വന്നത്. അള്ളാഹു നമുക്കൊക്കെ ആ മല ഇങ്ങനെ ചവിട്ടി ചവിട്ടി മുകളിലേക്ക് പോവാൻ, അങ്ങനെ നമ്മുടെ കാലുകളെ കൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകൾ പൊറുക്കപ്പെടാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. സാധാരണ തൗറുമലയുടെ മുകളിലേക്ക് ആരോഗ്യമുള്ള ആൾക്കാർക്ക് പോലും കയറാൻ കഴിയില്ല. കയറാൻ വേണ്ടി പോവൽ എപ്പോഴാണ്? രാത്രി 2 മണി 3 മണിക്കൊക്കെ പോവാം. പകൽ സമയത്ത് വെയിലത്ത് മലയുടെ മുകളിൽ കയറിയ ഒരു പക്ഷെ തളർന്ന് വീണു പോകാൻ സാധ്യതയുണ്ട്. ആ മലമുകളിലേക്കാണ് രാത്രിയുടെ ഇരുൾ പറ്റി മുത്തുനബി തങ്ങൾ കയറുന്നത്. മക്കത്തെ ഖുറൈശികൾ നബി തങ്ങളുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ച് മരുഭൂമി ഒന്നാകെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. മക്കയൊന്നാകെ അരിച്ചു പെറുക്കുകയാണ്. അവരുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുത്തുനബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മല കയറാൻ. ഹബീബായ തങ്ങൾക്ക് മല കയറാൻ പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ മുമ്പിൽ കുനിയാം, അങ്ങന്റെ തോളിൽ കയറൂ നബിയേ. 53 വയസ്സുണ്ട് മുത്തുനബി തങ്ങൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ 2 വയസ്സാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറവുള്ളത്. 51 വയസ്സുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ 50ന്റെ അടുത്ത് പ്രായമുള്ള സിദ്ദീഖ് തങ്ങൾ 53 വയസ്സുള്ള ഹബീബിനെ തോളിലേറ്റി ആ ചെങ്കുത്തായ പാറക്കെട്ട് കയറുകയാണ്. ആ രംഗമൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. നബി തങ്ങളുടെ പരിശുദ്ധമായ കാലുകൾ ഇങ്ങനെ 2 തോളിലൂടെയും തൂക്കിട്ടിരിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ അർശും കുർസിയും ലൗഹും കലമും പടച്ചോന്റെ മലക്കൂത്തിയായ ലോകങ്ങളുമെല്ലാം കടന്നുപോയ തിരു ഹബീബിന്റെ പവിത്രമായ കാലുകൾ തന്റെ നെഞ്ചിൽ 2 ഭാഗത്തുനിന്ന് തൂക്കിയിടുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര തവണ ആ കാലുകളിൽ അത് ചുംബിച്ചിട്ടുണ്ടാവും. ഹബീബേ, അങ്ങ് പ്രയാസപ്പെടണ്ട, അങ്ങയുടെ പ്രയാസം കൂടി ഞാൻ സഹിച്ചുകൊള്ളാം, അങ്ങന്റെ തോളിൽ കയറൂ, ഞാൻ അങ്ങയെ മലയുടെ മുകളിലെത്തിക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ ശക്തിയുള്ള ആളോ അല്ലെങ്കിൽ വലിയ ആരോഗ്യമുള്ള ആളൊന്നുമല്ല. അങ്ങനെ ആരോഗ്യം കൊണ്ട് സ്വഹാബിമാർക്കിടയിൽ അറിയപ്പെട്ട ആളൊന്നല്ല. ഒരു സാധാരണ ദുർബലനായ ഒരു മനുഷ്യൻ, ദുർബല ശരീരനായ, ദുർബല ഹൃദയനായ, വളരെ പെട്ടെന്ന് കരഞ്ഞു പോകുന്ന പ്രകൃതമുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പക്ഷേ ആ സമയത്ത് വല്ലാത്ത ഒരു ശക്തി അദ്ദേഹം സംഭരിക്കുകയാണ്. എന്റെ ഹബീബിനെ സുരക്ഷിതമായി മലമുകളിൽ എത്തിക്കൽ ഇപ്പോൾ എന്റെ ധർമ്മമാണെന്ന് അദ്ദേഹം തിരിച്ചറിയാം. നബി തങ്ങൾ ഹിജ്റക്ക് അവസരം കിട്ടിയപ്പോൾ ആദ്യം ചെല്ലുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അരികിലേക്കാണ്. സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അല്ലാഹു സമ്മതം തന്നിട്ടുണ്ട്. അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞ വാക്ക് അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ കൂടെ വരാൻ എനിക്ക് അവസരം തരുമോ എന്നാണ്. മദീനയിലേക്ക് ടൂറായിട്ട് പോവല്ല, വിനോദയാത്രയല്ല, ജീവൻ കയ്യിൽ പിടിച്ചിട്ടാണ് പോണത്. സാധാരണ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുന്ന വഴിയിലൂടെ അല്ല നബി തങ്ങൾ മദീനത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. കാരണം ആ വഴിയിലൂടെ പോയാൽ ഖുറൈശികൾ പിടികൂടി കൊലപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവരുടെ കണ്ണിൽപ്പെടാതെ മലകൾ താണ്ടി ദുർഘടമായ വഴിയിലൂടെയാണ് ഹബീബായ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോണത്. അത്ഭുതമാണ് ആ യാത്ര. ഇവയടുത്ത് ഒരു ബ്ലോഗർ, അദ്ദേഹം കുറച്ചാളുകളെ കൂട്ടിയിട്ട് ഒരു വാഹനത്തിൽ നബി തങ്ങൾ ഹിജ്റ പോയ വഴിയിലൂടെ മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോകാൻ ഒരു ശ്രമം നടത്തി. അന്ന് നബി തങ്ങൾ പോയത് ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചിട്ടും നടന്നിട്ടുമാണ്. 10-12 ദിവസം കൊണ്ട് ഹബീബായ തങ്ങൾ മദീനയിലെത്തി. റബീഉൽ അവ്വൽ 1 തുടങ്ങിയ യാത്ര റബീഉൽ അവ്വൽ 12 മദീനയിൽ സമാപിക്കുകയാണ്. എന്നാൽ അതേ വഴിയിലൂടെ മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യുന്ന നല്ല നല്ല ഓഫ് റോഡ് വണ്ടികൾ വെച്ചിട്ട് യാത്ര ചെയ്തിട്ടും ആ 10 ദിവസം കൊണ്ട് ആ ദൂരം താണ്ടാൻ കഴിഞ്ഞില്ല എന്നാണ്. അള്ളാഹുവിന്റെ സഹായമായിരുന്നു മുത്തുനബി തങ്ങൾക്ക് അന്ന് ലഭിച്ചത് എന്ന് വ്യക്തമാണ്. ഇന്ന് വാഹനത്തിൽ പെട്രോൾ അടിച്ചിട്ട് പോകുന്ന നല്ല നല്ല ശക്തിയുള്ള ഓഫ് റോഡ് വാഹനങ്ങളിൽ പോലും ഇന്ന് യാത്ര ചെയ്തിട്ട് ആ സമയത്തിന്റെ ഉള്ളിൽ ആ ദൂരം കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. അത്ഭുതമാണിത്, അത്ഭുതമാണ്. ഏതായാലും ജീവൻ കയ്യിൽ പിടിച്ച് ഏത് സമയത്തും കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ആ യാത്രയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞത്, നബിയെ, ഞാനുണ്ട് കൂടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൂടെ വരാൻ മുത്തുനബി തങ്ങൾ സമ്മതം കൊടുത്തപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അസ്മാ ബീവി പറയുന്നു, സന്തോഷം കൊണ്ടൊരാൾ പൊട്ടിക്കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സന്തോഷം, നബി തങ്ങളുടെ കൂടെ പോകാൻ കഴിഞ്ഞല്ലോ, മരിക്കുകയാണെങ്കിൽ മുത്തുനബി തങ്ങളുടെ കൂടെ മരിക്കാനൊരു അവസരം ഉണ്ടല്ലോ എന്നോർത്തിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷത്താൽ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു എന്ന് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. കഴിഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി തങ്ങളും മക്കത്ത് നിന്ന് പുറപ്പെട്ടു. വിവരം അബൂജഹൽ അറിഞ്ഞു. അബൂജഹൽ നേരെ വരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. കാരണം മൂപ്പരറിയാതെ നബി തങ്ങൾ ഒടുക്കും പോകില്ല എന്ന് അയാൾക്കറിയാം. അയാൾ വന്നു. വീട്ടിലാരുമില്ല, അസ്മാ ബീവിയാണുള്ളത്, ചെറിയ കുട്ടിയാണ്. ചോദിച്ചു, ബാപ്പ എവിടെ? മറുപടി കിട്ടിയില്ല. അസ്മാ ബീവിയെ
അബൂജഹൽ എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യൻ മർദ്ദിക്കുകയാണ്. ചെറിയ കുട്ടിയാണ്. പക്ഷേ മറുപടി പറഞ്ഞില്ല. നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടേക്കാ പോയത് എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ എന്നവർ, അബൂ ഖുഹാഫ പിന്നീട് മുസ്ലിമായ, അന്നദ്ദേഹം മുസ്ലിം അല്ല, വീട്ടിലേക്ക് വന്നു. മകന്റെ വീട്ടിൽ വന്നു പേരക്കുട്ടികളെ കാണാൻ. അവരോട് ചോദിച്ചു, പാപ്പ പോയ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടോ? ഭക്ഷണമോ മറ്റെന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ചെലവിന് വേണ്ടി എന്തെങ്കിലും പാപ്പ കരുതി വെച്ചിട്ടുണ്ടോ? അസ്മാ ബീവി പറഞ്ഞു, ഒരു നാണയത്തുട്ട് പോലും ഞങ്ങളുടെ പിതാവ് ഈ വീട്ടിൽ വെച്ചിട്ടില്ല, എല്ലാം വാരിക്കെട്ടി കൊണ്ടുപോയിരിക്കുന്നു. അപ്പൊ അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ കടന്നുപോയ ചിന്തകൾ, എന്റെ വീട്ടിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ജീവിക്കാൻ ഒരു നാണയത്തുട്ട് പോലും ഞാൻ ഇവിടെ ബാക്കി വെക്കാതെ പോയാൽ അവരെങ്ങനെ ജീവിക്കും? അവരെവിടുന്ന് ഭക്ഷണം കഴിക്കും? അതൊന്നും അദ്ദേഹത്തെ അലട്ടിയില്ല. എന്റെ മക്കള് പട്ടിണി കിടന്ന് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, മുത്തുനബി തങ്ങളെ സുരക്ഷിതമായി മദീനയിലെത്തിക്കാൻ എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ കൊണ്ടുപോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പണം ചെലവഴിച്ചിരുന്നത് സ്വന്തം പണം പോലെയാണെന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എടുക്കണമെങ്കിൽ ചെലവാക്കണമെങ്കിൽ അത് മുഴുവൻ നബി തങ്ങൾക്ക് കൊടുത്തിരിക്കുക. ജീവിതകാലം മുഴുവൻ എന്റെ സമ്പത്ത് അങ്ങേക്കുള്ളതാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു. അതുപോലെ ഒരാളെ ലോക ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. നമ്മുടെ ചിന്തകളെക്കാൾ എത്രയോ ഉയരങ്ങളിലാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫത്ഹ് മക്കയുടെ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ എന്നവർ മുസ്ലിമാവാൻ വേണ്ടി വരാൻ. നബി തങ്ങൾക്കന്ന് 60ന്റെ അടുത്ത് പ്രായമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏകദേശം അത്ര പ്രായമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് എത്ര പ്രായം ഉണ്ടാവും നമുക്കൊന്ന് സങ്കല്പിക്കാം. പടുവൃദ്ധനായ മനുഷ്യൻ, വയോധികനായ മനുഷ്യൻ, പഞ്ഞിക്കെട്ടുപോലെ നരച്ച താടിയും മുടിയും, കണ്ണുപോലും ശരിക്കും കാണാൻ കഴിയാത്ത അവസ്ഥയിൽ വേച്ച് അബൂ ഖുഹാഫ എന്നവർ നബി തങ്ങളുടെ അരികിൽ വരികയാണ്. ആ അവസാന സമയം അദ്ദേഹം മുസ്ലിം ആവുകയാണ്. അത് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്തിനാ അദ്ദേഹം കരഞ്ഞത്? നമ്മൾ വിചാരിക്കും ഈ അവസാന കാലത്തെങ്കിലും എന്റെ ബാപ്പാക്ക് മുസ്ലിം ആവാനുള്ള അവസരം കിട്ടിയല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും അദ്ദേഹം കരഞ്ഞത്. അല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത് തന്റെ പ്രിയപ്പെട്ട പിതാവ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മുസ്ലിം ആയതിനുള്ള സന്തോഷമായിരുന്നില്ല. അദ്ദേഹം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ഓർത്തുപോയി അങ്ങയുടെ പിതൃവ്യനായിരുന്ന അബൂ ത്വാലിബ് എന്നവര്, ആ അബൂ ത്വാലിബ് മുസ്ലിമാവാൻ അങ്ങ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ നബിയെ. അബൂ ത്വാലിബിന്റെ മരണസമയത്ത് പോലും മുസ്ലിമാവാൻ അങ്ങ് വല്ലാതെ അബൂ ത്വാലിബിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള അവസരമുണ്ടായില്ല. എന്റെ പ്രിയപ്പെട്ട ബാപ്പ മുസ്ലിമായത് എനിക്ക് വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഓർത്തുപോകുന്നു നബിയെ, അങ്ങയുടെ പിതൃവ്യൻ, അങ്ങയുടെ പിതാവിന്റെ സ്ഥാനത്ത് അങ്ങയെ പോറ്റി വളർത്തിയ അബൂ ത്വാലിബ് എങ്ങാനും ഇന്ന് മുസ്ലിമായിരുന്നെങ്കിൽ അങ്ങേക്ക് എത്ര സന്തോഷമാകുമായിരുന്നു യാ റസൂലല്ലാഹ്. ഇതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. നമ്മൾ പോലും ചിന്തിക്കാത്ത തലങ്ങളിലൂടെയാണ് മഹാനവറുകൾ ചിന്തിക്കുന്നത്. എന്റെ വാപ്പ മുസ്ലിമായപ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ട്, പക്ഷേ അങ്ങയുടെ പിതൃവ്യൻ മുസ്ലിം ആയിരുന്നെങ്കിൽ അങ്ങേക്ക് എത്ര സന്തോഷം ഉണ്ടാവുമായിരുന്നു, അതാണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബി തങ്ങളുടെ മറ്റൊരു പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ സ്വന്തം ബാപ്പ ഖത്താബ് മുസ്ലിം ആയാൽ പോലും എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്റെ വാപ്പ മുസ്ലിം ആയപ്പോൾ എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല, കാരണം ഇന്ന് നബിതങ്ങൾ സന്തോഷിച്ച ദിവസമാണ്. നബിതങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ലോകത്ത് ഹബീബിനെ സ്നേഹിച്ച സ്വഹാബിമാരെ പോലെ ഒരു ജനതയെ കാണാൻ നമുക്ക് കഴിയില്ല. അങ്ങകലെ മദീനയില് ഇങ്ങനെ കല്ലുകൾ വെച്ചടുക്കി അടുക്കി അടുക്കി പടുത്തുയർത്തി ഒരു കെട്ടിടം. ആ കെട്ടിടത്തിന്റെ മേൽക്കൂര ഈത്തപ്പനയുടെ ഓലയാണ്. വെയിലു തട്ടാതിരിക്കാൻ ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ ആ ചെറിയ കെട്ടിടം മസ്ജിദുൻ നബവി എന്ന തിരു ഹബീബിന്റെ വെള്ളക്കൊട്ടാരം. ആ മസ്ജിദുൻ നബവിയില് ഒരു സദസ്സിൽ സ്വഹാബിമാരിങ്ങനെ ഇരിക്കുകയാണ്. ആ സദസ്സിന്റെ കേന്ദ്രബിന്ദുവായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന ആ ഒരു രംഗം ഇങ്ങനെ മനസ്സിൽ കണ്ടു നോക്കൂ. സൂര്യശോഭ പോലെ ഹബീബിന്റെ പൂമുഖം വെട്ടിത്തിളങ്ങുകയാണ്. അവിടുന്ന് പുഞ്ചിരിക്കുമ്പോൾ പ്രകാശപ്പൊട്ടുകൾ ഇങ്ങനെ ഉതിർന്നു വീഴുന്ന പോലെ, അവിടുന്ന് സംസാരിക്കുമ്പോൾ മുത്തുമണികൾ ആ പരിശുദ്ധമായ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന പോലെ ഹബീബിനെ തന്നെ നോക്കിയിരിക്കുന്ന സ്വഹാബിമാർ, അനങ്ങാതെ, തിരിഞ്ഞു നോക്കാതെ, സംസാരിക്കാതെ, ശബ്ദമുയർത്താതെ തിരു ഹബീബിനെ മാത്രം നോക്കിയിരിക്കുന്ന സ്വഹാബിമാർ.
ആ ഒരു രംഗം നമ്മുടെ മനസ്സിലൊന്ന് കണ്ടു നോക്കൂ. എത്ര ഭാഗ്യം ചെയ്തവരാണ്. സുബഹി നമസ്കാരത്തില് മുത്തുനബി തങ്ങളുടെ പിന്നിൽ മഅ്മൂമായി നമസ്കരിക്കുമ്പോൾ, ഹബീബായ തങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിന്നിൽ നിന്ന് തേങ്ങിക്കരയുന്ന സ്വഹാബിമാർ. ആരുടെ മേലിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നത്? തന്റെ മുമ്പിൽ നിൽക്കുന്ന ഇമാം മുത്തുനബി തങ്ങളുടെ മേൽ. എന്തൊരു ആത്മീയമായ ആനന്ദമായിരിക്കും അവർ അനുഭവിച്ചിട്ടുണ്ടാവുക. ചോടെ ഹബീബരെ ഓരത്തവരിരുന്നു, ജീവിതം ആനബിയോരിലായി നൽകി കരം പിടിച്ച് നടന്നു. ബദറുദ്ദീൻ ശരമാരിൽ അവരെഴുതിയ ശുഭകഥകളിലെ ബദനുരുകി തണലിട്ടു ഹബീബരെ കവചമിടുന്നവരെ. തിരുഹബീബിന് തണൽ നൽകാൻ സ്വയം വെയിൽ കൊണ്ടവർ, തിരുഹബീബിന് ഭക്ഷണം കഴിക്കാൻ വിശപ്പ് സഹിച്ചവർ, തിരുഹബീബിന് ദാഹമകറ്റാൻ ദാഹം സഹിച്ചു വെള്ളം കുടിക്കാതെ ദിവസങ്ങൾ തള്ളി നീക്കിയവർ, മുത്തുനബി തങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ നൽകിയവർ. ഉഹദ് യുദ്ധത്തില് ഹബീബിന്റെ കൂടെയുള്ള സ്വഹാബിമാർ പലരും ചിതറി ഓടിപ്പോയി. മുത്തുനബി തങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ലാതെയായി. അമ്പുകൾ ഇങ്ങനെ പാഞ്ഞു വരികയാണ്. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ഇങ്ങനെ വട്ടം പിടിക്കുകയാണ്, നബി തങ്ങളെ ചൂഴ്ന്നു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഓരോ അമ്പുകൾ വന്ന് ഇങ്ങനെ തറക്കാൻ. ഒരു മനുഷ്യന്റെ പച്ച മാംസത്തിലേക്ക് അമ്പ് വന്ന് തറക്കുമ്പോഴുള്ള വേദന എത്രയായിരിക്കും. പക്ഷേ നബിയെ, എന്റെ ശരീരം അങ്ങേക്കുള്ള പരിചയമാണ്. എന്റെ ശരീരം കടന്നിട്ടല്ലാതെ അങ്ങയുടെ ശരീരത്തിൽ ഒരു അമ്പ് പോലും തറക്കുകയില്ല യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധം കഴിഞ്ഞപ്പോ അവരുടെയൊക്കെ ശരീരത്തിൽ അബൂ ദുജാന അബൂ തൽഹ രണ്ടുപേരാണ്. അവരുടെ ശരീരത്തിൽ 70ഓളം അമ്പുകളാണ് വന്ന് തറച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ പച്ചക്ക് വേദന അനുഭവിക്കുന്നത് തിരു ഹബീബിന്റെ ശരീരം വേദനിക്കാതിരിക്കാൻ. എത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന ഒരു രംഗമുണ്ട്. അവരുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലൂടെ പോകുമ്പോ ഹബീബിനെ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയെ വിട്ടു പോവാൻ സമയമായിരിക്കുന്നു നബിയേ. എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് അങ്ങ് തന്നെയാണ്. എന്നെ കഫൻ ചെയ്യേണ്ടത് അങ്ങയുടെ ആ പരിശുദ്ധമായ കരങ്ങളെ കൊണ്ടു തന്നെയാണ്. അങ്ങയുടെ പവിത്രമായ കരതര സ്പർശമേറ്റ്, ആ പട്ടുപോലെ മാർദ്ദവമേറിയ കൈകളുടെ സ്പർശമേറ്റ് എനിക്ക് പൂതി തീർന്നിട്ടില്ല നബിയേ. അങ്ങയുടെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് ആഗ്രഹം തീർന്നിട്ടില്ല യാ റസൂലല്ലാഹ്. എന്നെ അവസാനമായി സ്പർശിക്കുന്നത് അങ്ങായിരിക്കണം നബിയേ. അതേ പാവപ്പെട്ട ഖദീജയുടെ ഒരു ആഗ്രഹമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറയുകയാണ്. മുത്തുനബി തങ്ങൾ ഖദീജ ബീവിയുടെ ആഗ്രഹം നിറവേറ്റുകയാണ്. അവരുടെ മയ്യത്ത് കുളിപ്പിക്കുന്നു. കഫൻ ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞ വസ്ത്രം എടുത്തിട്ട് അതിന്റെ മടക്കുകൾ ഇങ്ങനെ നിവർത്തി നോക്കുമ്പോ ആ വസ്ത്രത്തില് 20ഓളം സ്ഥലങ്ങളിൽ കീറി തുന്നിയ അടയാളങ്ങളാണ്. ആ വസ്ത്രം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. എങ്ങനെ ജീവിച്ചവളാണ് ഖദീജ, എത്ര സമ്പത്തിൽ ജീവിച്ചവളാണ്. പട്ടുവസ്ത്രം ധരിച്ച് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് രാജാത്തിയെ പോലെ ഈ മക്കയിലൂടെ നടന്നുപോയ എന്റെ പ്രിയപ്പെട്ട ഖദീജക്ക് അവസാനം കഫൻ ചെയ്യാൻ കീറാത്ത ഒരു വസ്ത്രം പോലും ബാക്കിയില്ലാതെ വന്നല്ലോ എന്നോർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. ആ ഖദീജ ബീവിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ പകരം കൊടുത്തത് ബഹളങ്ങളില്ലാത്ത, ശബ്ദങ്ങളില്ലാത്ത, കോലാഹലങ്ങളില്ലാത്ത സമാധാനപൂർണമായ ഒരു മഹാകൊട്ടാരമാണ്. ആ കൊട്ടാരം ഖദീജ ബീവി നേടിയെടുത്തത് നിസ്കാരങ്ങളെ കൊണ്ടോ നോമ്പ് കൊണ്ടോ ഇബാദത്തുകളെ കൊണ്ടോ അല്ല. അതൊക്കെ ചെറിയ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഫർദ് നിസ്കാരത്തിനും എല്ലാ ഇബാദത്തിനും അതിൻ്റെതായ മഹത്വമുണ്ട്. പക്ഷേ മുത്തുനബി തങ്ങളെ സ്നേഹിക്കാത്തവന്റെ നിസ്കാരം അല്ലാഹുവിന് ആവശ്യമില്ല.
അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ അങ്ങകലെ മദീനയിൽ അന്തിയുറങ്ങുന്ന ഹബീബിന്റെ പവിത്രമായ സാന്നിധ്യം മനസ്സിൽ അനുഭവിക്കാത്തവന്റെ നിസ്കാരം അല്ലാഹുവിന്റെ അരികിലേക്ക് എത്തൂല. അത് പടച്ചവൻ തീരുമാനിച്ച കാര്യമാണ്. അല്ലാഹു അങ്ങനെയുള്ള നല്ല മുഅ്മിനീങ്ങളിൽ ഖൽബ് കൊണ്ട് ഹബീബിനെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ആബിബി ഉത്തമരാം നബി തങ്ങളെ അഭയം മങ്ങാ തിങ്കളെ ഭീതികളേറും നാളില് അഭയം നൽകൂ എന്നില് മൗലായ വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ റബ്ബി വജ്അൽ റജാഇ ഗൈറ മുൻഅകിസി ലദൈക വജ്അൽ ഹിസാബി ഗൈറ മുൻഖരിബി മൗലായ വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ കുല്ലിഹിം യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി റബ്ബേ തിരുനബിയാലൻ ആശകളെ ഗോകോനെ പാവങ്ങൾ നീക്കൂയൻ കറമിന്നൂടയോനെ മൗലായ ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിന്ന് ഖൽബിൽ മദീന കണ്ട് എല്ലാ ചിന്തകളും മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞ് മനസ്സറിഞ്ഞ് സ്വലാത്തും സലാമും ചൊല്ലി നമുക്കൊന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കാൻ. നമ്മുടെ ഖൽബൊക്കെ ഒന്ന് നന്നാവട്ടെ. നമ്മുടെ ഖൽബിൽ അടിഞ്ഞുകൂടിയ എല്ലാ തെറ്റുകളുടെയും കറകൾ ഈ വിശുദ്ധമായ മജ്ലിസ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന്റെയും ദുആകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ശുദ്ധീകരിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ അവിടെ ഒരു നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അവിടെ എന്തോ ഒരു പിരിവ് നടക്കുന്നുണ്ട്, എന്തോ ഒരു സഹായം ആവശ്യം ചോദിച്ചുകൊണ്ടൊരു പിരിവ് നടക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വർണ്ണാഭരണം കൊണ്ടുവന്നിട്ട്, ആഭരണം എന്താന്ന് എനിക്ക് ഓർമ്മയില്ല, ആ സദസ്സിൽ കൊടുത്തിട്ട് മദീനയിലെത്താനുള്ള ആഗ്രഹത്തിന് വേണ്ടി, മദീനയിലെത്താനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഭരണം അവിടെ കൊടുക്കുക. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ വർഷം കോവിഡിന്റെ നിയന്ത്രണങ്ങൾ വരാം. പക്ഷേ ആ നിയന്ത്രണങ്ങൾ വരുന്നതിന്റെ ഒരാഴ്ചയോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത സമയങ്ങളിൽ ആ പെൺകുട്ടിക്കും അവരുടെ കുടുംബത്തിനും വിശുദ്ധമായ മദീനയിലെത്താനുള്ള അവസരം അള്ളാഹു തുറന്നു കൊടുക്കുക. ആ ആഴ്ച അവർക്ക് അതിന് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നീട് 2-3 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, അപ്പോഴേക്ക് ചിലപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞെന്ന് വരാം. അങ്ങനെയുള്ള, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അങ്ങനെയുള്ള പെൺകുട്ടികളും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല എന്നോ ഇതിനൊന്നും നമുക്ക് സമയമായിട്ടില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. നിങ്ങളുടെ ഖൽബ് എന്ന് പറയുന്നത് ഒരുപാട് തെറ്റുകളൊന്നും മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ഒരു കാലമാണ്. നമ്മളെപ്പോലെ കുറെ കാലം ജീവിച്ച് കുറെ കാലം തെറ്റ് ചെയ്തവരൊന്നും അല്ല നിങ്ങള്. അതുകൊണ്ട് നമുക്ക് ഖൽബിനെ നന്നാക്കി നമ്മുടെ വേഷവിധാനങ്ങളൊക്കെ
ഇസ്ലാമികമായി മാന്യമായ രീതിയിലാവും. അത് ആ മാന്യമായ രീതിയിൽ എങ്ങനെങ്കിലും ഒക്കെ ആവട്ടെ. പക്ഷേ നമ്മുടെ കൽബ് അതെപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് മുത്തുനബിതങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൽബ്. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിക്കുക, ഏത് പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും ഇത് മുത്തുനബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന കാര്യം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഹബീബായ തങ്ങൾ കാണുന്നുണ്ട് എന്ന നന്മ ചെയ്താൽ അത് മുത്തുനബി തങ്ങൾ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ സന്തോഷിക്കും. ഒരുപക്ഷെ ഈ സദസ്സ് ഹബീബായ തങ്ങൾ കാണുന്നുണ്ടാവാം. പരിശുദ്ധമായ മദീനത്തിരുന്ന് അവിടെ നിന്ന് പുഞ്ചിരി തൂകുന്നുണ്ടാവാം. നമ്മൾ സ്വലാത്തും സലാമും പറയുമ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് നമ്മൾ പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഹബീബായ തങ്ങൾ ആ സലാം മടക്കും. വ അലൈക്കസ്സലാം. അതിന്റെ അർത്ഥം നിനക്കും അല്ലാഹു രക്ഷ നൽകട്ടെ, നിന്നെ അല്ലാഹു കാക്കട്ടെ എന്നാണ്. ആ മനുഷ്യൻ പിന്നെ പരാജയപ്പെടുവോ? മനുഷ്യൻ പിന്നെ ദുനിയാവിലോ ആഖിറത്തിലോ അയാൾക്ക് നഷ്ടമുണ്ടാകുമോ? മുത്തുനബി തങ്ങളാണ് അയാൾക്ക് വേണ്ടി ദുആ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത്. നിന്നെ അല്ലാഹു കാക്കട്ടെ എന്ന്. അല്ലാഹു അങ്ങനെയുള്ള മജ്ലിസാക്കി സദസ്സിനെ സ്വീകരിക്കട്ടെ. അതേസമയം നമ്മൾ തിന്മകൾ ചെയ്താൽ അതും ഹബീബിന് കാണിക്കപ്പെടും. മുത്തുനബി തങ്ങൾ വേദനിക്കും. നമ്മൾ ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ നബി തങ്ങൾ വല്ലാതെ വിഷമിക്കും. പടച്ചോനെ, ആ മനുഷ്യൻ ആ തെറ്റ് കാരണത്താൽ നരകത്തിൽ കടക്കേണ്ടി വരുമല്ലോ റബ്ബേ എന്ന് കരുതി മുത്തുനബി തങ്ങൾ വല്ലാതെ ബേജാറാവും. ആ തെറ്റ് പുറത്തു കൊടുക്കാൻ നമ്മൾ അറിയാതെ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ഹബീബായ തങ്ങൾ ദുആ ചെയ്യും. നമ്മൾ അങ്ങനെയുള്ള എത്രയോ തെറ്റ് ചെയ്ത് ഒരു ബോധമില്ലാതെ കിടന്നുറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി മുത്തുനബി തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ എവിടെ ഉണ്ടാവാം? നാളെ ആഖിറ ലോകത്ത് എത്തുമ്പോഴല്ലേ അവിടെ നിന്ന് ചെയ്ത സഹായങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമാവും. ഇത് ദുനിയാവാണ്. ഇവിടെ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ അതൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഹബീബിനോട് നന്ദിയുള്ളവരായി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്ത തെറ്റ് പൊറുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുന്ന മുത്തുനബി തങ്ങൾ. നമ്മളൊരു നന്മ ചെയ്താൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഹബീബ് മുത്തുനബി തങ്ങളോട് ഇത്രയും വലിയ സ്ഥാനം നമുക്ക് തന്നതിൽ നന്ദിയുള്ളവരായി നമ്മൾ മാറണ്ടേ. നമ്മുടെ കൽബ് ഹബീബിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുക. ഒരു നമ്മൾക്ക് അറിയപ്പെടുന്ന, നമുക്കിടയിലേക്ക് അറിയപ്പെട്ട ഒരു പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറഞ്ഞൊരു അനുഭവം. ഒരിക്കൽ ഒരു രക്ഷിതാക്കൾ, ഒരു ഉമ്മയും വാപ്പയും വന്നിട്ട് അദ്ദേഹത്തോട് പരാതി പറയാൻ, ഞങ്ങളുടെ മകൾക്ക് കല്യാണപ്രായമായിട്ടുണ്ട്, അവൾ വിവാഹത്തിന് സമ്മതിക്കുന്നേ ഇല്ല, അതുകൊണ്ട് ഉസ്താദ് ഒന്ന് സംസാരിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടി വന്നു. അപ്പൊ ഉസ്താദ് പിന്നെ ആ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ദീനീബോധമുള്ള കുട്ടിയാണ്. സാധാരണയായി കല്യാണപ്രായമായി കഴിഞ്ഞാൽ മക്കൾ അതിന് സമ്മതിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? വേറെ ഏതെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടായിരിക്കും, അവര് വേറെ ആരെങ്കിലുമൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ആ നിലക്കായിരിക്കും. പക്ഷേ ആ പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മാതാപിതാക്കൾ തന്നെ പറഞ്ഞു അവൾക്ക് വേറെ ഒരു ബന്ധമില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അത്രയേറെ ദീനീബോധമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഈ ഉസ്താദ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ആ പെൺകുട്ടി പറയാ, വിവാഹപ്രായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഏതാണ് ആ പ്രായം. ആ പെൺകുട്ടി പറയാണ്, ഞാൻ മുത്തുനബി തങ്ങളെ സ്വപ്നം കണ്ടു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പാൽനിലാവിന്റെ പൊന്നമ്പിളി തിങ്കൾ കലയായ പരിശുദ്ധ പ്രകാശത്തിന്റെ പ്രോജ്വലപ്രഭ വിതറുന്ന ആ പുഞ്ചിരിക്കുന്ന പൂവദനം ഞാൻ കണ്ടതിന് ശേഷം പിന്നെ ഒരു മനുഷ്യനെയും എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയുന്നില്ല. ഒരു പുരുഷനെയും എന്റെ മനസ്സിൽ സങ്കല്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് വിവാഹത്തോട് പോലും എനിക്കൊരു വിരക്തി തോന്നുന്നത്. ഞാൻ എന്റെ ജീവിതം എന്റെ ഹബീബിന് വേണ്ടി സമർപ്പിക്കാൻ പോവുകയാണ്. എന്റെ ജീവിതം മുഴുവൻ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്ത് സ്വലാത്തുകൾ ചൊല്ലി അങ്ങനെ തന്നെ മരിച്ചു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി പറഞ്ഞത് ഈ അടുത്ത കാലത്താണ്. അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ലോകത്തുണ്ട്. എല്ലാവരും മോശപ്പെട്ടവരാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. വാരിയല്ലുകൾക്കിടയിൽ മൂടപ്പെട്ട കൽബിന്റെ ഉള്ളിൽ അള്ളാഹു നൽകുന്ന ഈമാനിന്റെ വെളിച്ചം എത്ര ശക്തിയുള്ളതാണെന്ന് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്കും അതിനെ കണക്കാക്കാൻ കഴിയില്ല. അള്ളാഹുവിനും അവന്റെ ഹബീബായ മുത്തുനബി തങ്ങൾക്കും അല്ലാതെ അത് കാണാൻ കഴിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമുക്കും കൂടി പറഞ്ഞതാണ്. നമ്മൾ കൂടി അതിന്റെ ഭാഗമാണ്, നമുക്ക് കൂടി ബാധകമാണ്. അപ്പൊ നമ്മുടെ കളിയും ചിരിയും തമാശകളും ഒക്കെ ഉണ്ടാവട്ടെ, എല്ലാ കാര്യങ്ങളും. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് മുത്തുനബി തങ്ങൾ എന്നെ കാണുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നത് ഹബീബിന് ഇഷ്ടപ്പെടുമോ? അവിടുന്ന് കരയൂലേ? അവിടെ എനിക്ക് വേണ്ടി വിഷമിക്കുകയില്ലേ, പ്രയാസപ്പെടുകയില്ലേ എന്ന ഒരൊറ്റ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ ഒരുപാട് തെറ്റുകളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പാപം ചെയ്ത നേരം കരഞ്ഞു നബി, ഞാൻ പാപം ചെയ്ത നേരം വിതുമ്പി നബി, ഞാൻ നന്മയിലേറാ
കണ്ണുകളടച്ച് സമ്പൂർണമായ ശാന്തതയോടെ നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് ശാന്തമാക്കി എല്ലാ ചിന്തകൾ മനസ്സിൽ നിന്നും തൽക്കാലം മറന്നുകളെ ഒരു ബോർഡിൽ എഴുതിയ വാക്കുകൾ ഇങ്ങനെ മായ്ച്ചു കളയുന്ന പോലെ നമ്മുടെ മനസ്സിൽ നിന്ന് സകല ചിന്തകളെ നമ്മളൊന്ന് മായ്ച്ചു കളയാം. ഒരു ഒഴിഞ്ഞ പാത്രം പോലെ, ഒരു ഒഴിഞ്ഞ ബോർഡ് പോലെ നമ്മുടെ മനസ്സിപ്പോ ശുദ്ധമായി ഒരു ചിന്തയുമില്ലാതെ ശാന്തമായിരിക്കട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങനെ കേൾക്കുക, അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക. ഒരു നിമിഷം നമ്മൾ നമ്മിലേക്കൊന്ന് ഇറങ്ങുക. നമ്മുടെ അപ്പുറത്തുള്ള ആളുകളെ കുറിച്ച് ഇനി നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ നമ്മിലേക്കൊന്ന് ഇറങ്ങുക. നമ്മെ തന്നെ മറന്ന് ഒരു തൂവൽ പക്ഷിയെ പോലെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ആത്മാവ് പറന്ന് അങ്ങകലെ മദീനയിൽ വന്നിറങ്ങുന്നത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടു നോക്കൂ. നമ്മുടെ ആത്മാവ് ഒരു മനുഷ്യരൂപത്തിൽ ഇങ്ങനെ മദീനയിൽ ഇറങ്ങുകയാണ്. വെളുത്ത വസ്ത്രം ധരിച്ച് ശരിയായ രീതിയിൽ ഔറത്തൊക്കെ മറച്ച് ശുദ്ധിയോടെ നമ്മളിങ്ങനെ മദീനയിലൂടെ നടന്നു പോകുന്ന പോലെ നമ്മുടെ മനസ്സിലൊന്ന് വെറുതെ ഒന്ന് കണ്ടു നോക്കുക. പരിശുദ്ധമായ മസ്ജിദുൻ നബവി എന്ന വെള്ളക്കൊട്ടാരം നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. മനമുട്ട ഉയർന്നു നിൽക്കുന്ന ആ മിനാരങ്ങളും സുന്ദരമായ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ കൊണ്ട് അലങ്കരിച്ച അതിന്റെ ചുമരുകളും സ്വർണ്ണ നിറമുള്ള വാതിലുകളും രാജകീയ കൊട്ടാരത്തെ പോലെ കൊത്തുപണികളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ആ പരിശുദ്ധമായ ഗാംഭീര്യമേറിയ സുന്ദരമായ തൂണുകളും എല്ലാം മദീന എന്ന് പറയുന്ന വിശുദ്ധ നഗരിയുടെ ചിത്രം കണ്ടവരാണല്ലോ നമ്മളെല്ലാം. ആ ചിത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരട്ടെ. മസ്ജിദുൻ നബവി എന്ന വെള്ളക്കൊട്ടാരം, തിരുഹബീബ് കിടന്നുറങ്ങുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, ആ വീടിന്റെ മേൽക്കൂരയിൽ നിലകൊള്ളുന്ന ഹബീബിന്റെ പച്ചക്കുബ്ബ അതിങ്ങനെ കൺമുമ്പിൽ കണ്ടു നോക്ക്. മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഒരു സുബഹിയുടെ നേരം എന്ന് പറയുന്നത് വല്ലാത്തൊരു സമയമാണല്ലോ. ആത്മീയമായി നമ്മൾ വളരെ അള്ളാഹുവിനോട് അടുക്കുന്ന ഒരു സമയമാണ്. ആ സുബഹിയുടെ നേരത്ത് നമ്മൾ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ നമ്മുടെ മനസ്സിലൊന്ന് വെറുതെ കണ്ടു നോക്കുക. കണ്ണടച്ച് ചുറ്റും ഇരുട്ട് നിറഞ്ഞ ആ അന്തരീക്ഷത്തില് മസ്ജിദുൻ നബവിയുടെ മുറ്റത്തെ സ്വർണ്ണവർണ്ണം വിതറുന്ന ആ തൂക്കുവിളക്കുകളുടെ പശ്ചാത്തലത്തില് മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യന്മാര് ആ മുറ്റത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. അവർ പലരും സ്വലാത്തുകൾ ചൊല്ലുന്നു, പലരും ദുആ ചെയ്യുന്നു, പലരും ആ പച്ചക്കുബ്ബയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്, ചുണ്ടുകൾ ഇങ്ങനെ വിറക്കുകയാണ്. പലരും പല രീതിയിൽ തിരു ഹബീബിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലർ സ്വലാത്തിന്റെ ഭാഷയിൽ, ചിലർ ദുആയുടെ ഭാഷയിൽ, ചിലർ ഹൃദയത്തിന്റെ ഭാഷയിൽ, ചിലർ കണ്ണുനീരിന്റെ ഭാഷയിൽ ഹബീബിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ മസ്ജിദുൻ നബവി എന്ന മഹാസമ്മേളന വേദിയിൽ നമ്മളും ഒരാളായി ഇങ്ങനെ സുബ്ഹി ബാങ്കിന്റെ നേരത്ത് മസ്ജിദുൻ നബവിയുടെ വെള്ളമിനാരങ്ങളിൽ നിന്ന് സുബ്ഹി ബാങ്കിന്റെ മന്ത്രധ്വനികൾ ഇങ്ങനെ നമ്മുടെ കാതിൽ വന്ന് അലക്കുകയാണ്. ഏതൊരു മനുഷ്യന്റെയും ആത്മാവിനെ തൊട്ടുണർത്തുന്ന മദീനയിലെ ബാങ്ക്, അത് വല്ലാത്ത ഒരു അനുഭവമാണ്. യൂട്യൂബിൽ നമ്മൾ പലതും കാണുന്നതിന്റെ ഇടയ്ക്ക് ഹറമിലെ മസ്ജിദുൽ ഹറാമിലെയും മസ്ജിദുൻ നബവിയിലെയും ബാങ്ക് ഒന്ന് സെർച്ച് ചെയ്യാം. ഇയർഫോൺ വെച്ചിട്ട് പരമാവധി അതിന്റെ ശബ്ദം കൂട്ടിയിട്ട് കണ്ണുകൾ അടച്ച് മസ്ജിദുൻ നബവിയിലെ ആ ബാങ്ക് ഇങ്ങനെ കേട്ടു നോക്കൂ. അത് കഴിയുന്നതിന്റെ മുമ്പ് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുമെന്നതിൽ ഒരു സംശയവുമില്ല. കൽബത്രമേലെ കരിങ്കല്ല് പോലെ കടുത്തുപോയവർ നമുക്കിടയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മസ്ജിദുൻ നബവി എന്ന വെള്ളക്കൊട്ടാരം മനസ്സിൽ കണ്ട് ആ ബാങ്ക് ഇങ്ങനെ കേട്ടാല് ഹൃദയം ഇങ്ങനെ മഞ്ഞു കണിക പോലെ ഉരുകി ഒലിക്കാത്ത ഒരു വിശ്വാസം ഉണ്ടാവില്ല. സുബ്ഹി ബാങ്കിൻ നേരത്ത് പലരുമാ മദീനത്ത് പച്ചക്കുബ്ബ ചോട് നിന്ന് അസ്സലാമൊഴിയേ. പാപിഞ്ഞാനകലയാണ് മോഹമാമദീനയാണ് കരുണമന്ദിരമാമദീന കാണുവാൻ കൊതിയേ. കനവിലങ്ങ് വിരുന്നു വന്നാൽ കൽബു ഞാൻ പകുത്തു നൽകാം. കനവിലങ്ങ് വിരുന്നു വന്നാൽ കൽബ് ഞാൻ പകുത്തു നൽകാം. കാത്തിരുന്നു നിരാശയാലെ പാടിയ നബിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് അവിടുത്തെ 20ാമത്തെ വയസ്സിലോ 21ാമത്തെ വയസ്സിലോ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. 18 വയസ്സൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പ്രായത്തില് ഫാത്തിമ ബീവി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ആ ചുരുങ്ങിയ കാലം കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത മഹത്വം എത്ര വലുതാണ്. ഉത്തരവിധങ്ങളുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു കഷ്ണമാണ്
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ഹബീബായ തങ്ങൾ വഫാത്തായതിനു ശേഷം ആയിഷ ബീവിയൊക്കെ പറയാറുണ്ട്, ആയിഷ ബീവിയേക്കാൾ ഒരല്പം പ്രായം കൂടുതലുണ്ട് ഫാത്തിമ ബീവിക്ക്. ഫാത്തിമ ബീവി മുത്തനബി തങ്ങളുടെ മകളാണെങ്കിൽ പോലും ഭാര്യയായ ആയിഷ ബീവിയേക്കാൾ പ്രായം കൂടുതലുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ മുത്തനബി തങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. ആ നടത്തം ഹബീബിന്റെ അതേ നടത്തമാണ്, ആ ചിരി മുത്തനബി തങ്ങളുടെ അതേ ചിരിയാണ്, ആ സംസാരം ഹബീബിന്റെ അതേ സംസാരമാണ്. മുത്തനബി തങ്ങൾ ഓർമ്മപ്പെടുത്തുമായിരുന്നു ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവി അല്ലേ നമ്മളെ നേതാവ്, നാളെ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടത്. നമ്മുടെ പ്രായത്തിൽ ലോകത്ത് നിന്ന് മരിച്ചു പോയിട്ടുണ്ട് ഫാത്തിമ ബീവി. എല്ലാ നന്മകളും നേടിയെടുത്ത്, എല്ലാ സ്ഥാനവും നേടിയെടുത്ത് ഫാത്തിമ ബീവി 20 വർഷം കൊണ്ട് ലോകത്ത് നിന്ന് അസ്തമിച്ചു പോയിട്ടുണ്ട്. അത് നമുക്കും ബാധകമാണ്, നമുക്കും അത് സാധ്യമാണ്. കുറെ കാലം ജീവിക്കലല്ല, ജീവിക്കുന്ന കാലം അള്ളാഹുവിന് വേണ്ടി, ഹബീബിന് വേണ്ടി സമർപ്പിക്കലാണ് പ്രധാനമെന്ന് ഫാത്തിമ ബീവി ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. മദീനയിൽ നമ്മൾ ഇങ്ങനെ ആ മസ്ജിദ് നബവിയുടെ തിരുമുറ്റത്ത് നിൽക്കുമ്പോ തൊട്ടു മുമ്പില് പച്ചക്കുബ്ബയാണ്. ആ പച്ചക്കുബ്ബക്ക് താഴെ തിരു ഹബീബ് കിടക്കുകയാണ്. കടന്നു വരുന്ന ഓരോരുത്തരെയും അവിടെ നിന്ന് ശ്രദ്ധിക്കുകയാണ്, ഓരോരുത്തരുടെയും സലാം മടക്കുകയാണ്. ചിലപ്പോ ചില ആളുകളെ ഹബീബായ തങ്ങൾ സലാം മടക്കി സ്വീകരിക്കും, ചില ആളുകൾ വന്നാൽ തിരു ഹബീബ് മുഖം തിരിക്കും. അല്ലാഹുവേ, കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല റബ്ബേ. മദീനയിലെ മസ്ജിദ് നബവിയുടെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് അവിടെ ഇങ്ങനെ നിന്നാൽ നമുക്ക് ഹൃദയം കൊണ്ട് പലതും ഹബീബിനോട് പറയാനുണ്ടാവും. ഹൃദയം കൊണ്ട് പലതും നമുക്ക് സംസാരിക്കാനുണ്ടാവും. എന്തായിരിക്കും മദീനത്ത് പോയാൽ നമ്മൾ പറയാ? എന്തായിരിക്കും നമ്മൾ പറയാ? എന്തായിരിക്കും നമ്മൾ പറയാ? ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സലാം അങ്ങ് മടക്കുമോ യാ റസൂലല്ലാഹ്? എന്നെ അങ്ങ് സ്വീകരിക്കുമോ നബിയേ? ഹറാമുകളുടെ മാറാപ്പുമായി ജീവിക്കുന്ന എന്നെ അങ്ങ് ആട്ടിയോടിക്കുമോ യാ റസൂലല്ലാഹ്? അങ്ങയുടെ ഉമ്മത്തികളുടെ കൂട്ടത്തിൽ എനിക്കൊരിടമുണ്ടോ നബിയേ? അങ്ങയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുമോ യാ റസൂലല്ലാഹ്? തെറ്റുകൾ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങ് ഞങ്ങളോട് സ്നേഹം കാണിച്ചെങ്കിലും ഞങ്ങൾ അങ്ങയോട് കാണിച്ചത് ധിക്കാരമാണ്. അങ്ങ് ഞങ്ങളോട് കാരുണ്യം കാണിച്ചു, ഞങ്ങൾ അങ്ങയോട് നന്ദികേട് കാണിച്ചു. ഹബീബേ, ഞങ്ങൾ ചെയ്ത ഓരോ തെറ്റുകളും അങ്ങയുടെ മനസ്സിനെ വേദനിപ്പിച്ചു എന്നറിയാം. ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ചെയ്ത ഓരോ തെറ്റുകളും അങ്ങയെ വേദനിപ്പിച്ചു, ഞങ്ങളോട് ക്ഷമിക്കുമോ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലാണുള്ളത് എന്ന് മനസ്സിങ്ങനെ മന്ത്രിക്കുമ്പോ സ്വലാത്തും സലാമും അറിയാതെ ചുണ്ടുകളിലൂടെ കടന്നു വരും. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബേ, അങ്ങയുടെ കരളിന്റെ കഷ്ടമായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സംഘത്തിലായി നാളെ സ്വർഗത്തിൽ കടക്കാൻ ഈ സഹോദരിമാർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, 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 ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ സ്വലാത്തുകളുടെ ശക്തിയിൽ നീ പുറത്തു തരണേ അല്ലാഹ്. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലെ നടക്കുകയില്ല. ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകയില്ല യാ ഹബീബല്ലാഹ്. നബിയേ, ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. നിധിയെ ഒന്ന് കണ്ട് തെളിയാനാണ്
നരകത്തീയിലെറിയും പേടികൊണ്ടാട്. യാ റസൂലല്ലാഹ്, ഈ കണ്ണുകളെ കൊണ്ട് ഞങ്ങൾ കണ്ടുകൂട്ടിയ ഹറാമുകൾ എത്രയെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല നബിയേ. ഈ ഹറാമുകൾ കണ്ട കണ്ണുകൊണ്ട് നാളെ അങ്ങയെ കാണാൻ കഴിയുമോ യാ റസൂലല്ലാഹ്? നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹനെ കാണലല്ലേ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം? ഈ കണ്ണുകൊണ്ടാണ് നമുക്ക് അള്ളാഹനെ കാണേണ്ടത്. ഈ കണ്ണുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹറാമുകൾ കണ്ട ഈ കണ്ണുകൾ ഓരോ ദിവസവും ഇന്ന് നേരം പുലർന്നതിന് ശേഷം എത്ര ഹറാമുകൾ നമ്മുടെ കണ്ണിലൂടെ കടന്നുപോയി. ഈ കണ്ണുകൊണ്ട് അള്ളാഹ് കാണാൻ പറ്റുമോ? ഈ കണ്ണുകൊണ്ട് നാളെ മുത്തുനബിതങ്ങളെ നമുക്ക് കാണാൻ കഴിയുമോ? ഈ കണ്ണുകളെ കൊണ്ട് നമ്മൾ കണ്ടുകൂട്ടിയ ഹറാമിന്റെ കറകളെ കണ്ണുനീരുകൊണ്ട് കഴുകാതെ നമുക്ക് നാളെ ഹബീബിനെ കാണാൻ കഴിയുമോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ ഭാഗ്യം തരണേ യാ അല്ലാഹ്. ഇരുളാം ഖബറിനെ കാത്തിരിപ്പുണ്ട്, ഇവനൊരു മൈതാകും കാലമാതുണ്ട്. മുത്തിൻ മദ്ഹല്ല തെന്തിവർക്കുണ്ട്, മുന്തും മത് പാടി ശിഫയും പൂണ്ട്. പ്രായഭേദമില്ലാതെ സമയമേതെന്നില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കാത്ത ഒരു അതിഥിയായി കടന്നു വരുന്ന മരണം ഏതു നിമിഷവും നമ്മുടെ പിന്നിൽ വാപ്പിളർന്നു നിൽക്കുകയാണ്. അതിന് പ്രായമല്ലല്ലോ. നമ്മുടെ കൂട്ടുകാരികൾ എത്ര ആളുകൾ കബറിന്റെ അടിയിലുണ്ട്. നമ്മളെക്കാൾ പ്രായമില്ലാത്തവര്, പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ പോലും മരണപ്പെട്ടു പോയവര്. ഒന്ന് സങ്കല്പിച്ചു നോക്ക്, നമ്മൾ മരിച്ചു കിടക്കുന്നത് നമ്മുടെ വീടിന്റെ ആ ഡൈനിങ് ഹാളിലെ ഒരു ടേബിളിൽ നമ്മളിങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു ചിത്രം ഒന്ന് സങ്കല്പിച്ചു നോക്ക്. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. എപ്പോ ഒരു 60 വയസ്സുള്ള നമ്മളല്ല, 60 വയസ്സുള്ള നമ്മൾ മരിച്ചു കിടക്കുന്ന പോലെ അല്ല സങ്കല്പിക്കേണ്ടത്. ഈ പ്രായത്തില് നമ്മളിങ്ങനെ അവിടെ മരിച്ച് വെള്ള പുതച്ച് കിടക്കുന്ന ഒരു ചിത്രം, ഉമ്മ വന്ന് പൊട്ടി കരയുന്ന ഒരു രംഗം, വാപ്പ വന്ന് തേങ്ങിക്കരയുന്ന ഒരു രംഗം, കൊച്ചനുജന്മാര് വന്നിട്ട് നമ്മുടെ അരികിൽ വന്നിട്ട് തേങ്ങിക്കരയുന്ന ഒരു രംഗം, നമ്മുടെ സഹപാഠികളും നമ്മെ പഠിപ്പിച്ച അധ്യാപകരും വന്നിട്ട് അവിടെ വന്ന് കരയുന്ന ഒരു രംഗം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് സംഭവിക്കില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഏത് നിമിഷവും ആർക്കും സംഭവിക്കാം. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. മരിക്കുമ്പോ ഈമാനോടെ തൗബയോടുകൂടി അല്ലാഹു നമ്മളെയൊക്കെ മരിപ്പിക്കുമാറാവട്ടെ. ആ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം, ഖൽബ് കൊണ്ട് നമ്മൾ ഒരുങ്ങണം. അതൊന്നും മറക്കേണ്ട സത്യങ്ങളല്ല, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. ഇരുളാം ഖബറിൽ ഞാൻ അണയുന്നേരം നൂറിൻ വെളിച്ചമായി കരം തരുമോ? എന്നിൽ പ്രതീക്ഷയൻ റസൂലുള്ളാഹി, നാഥൻ കനിഞ്ഞുള്ള ഹബീബുള്ളാഹി. ഖബറിൽ കിടക്കുന്ന ഒരു രംഗം, നമ്മളിങ്ങനെ ഖിബലയുടെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലതുവശം ചെരിഞ്ഞു കിടക്കുക. ഒന്ന് തല ഉയർത്താൻ നോക്കുമ്പോഴേക്ക് തൊട്ടുമുകളിൽ മീസാൻ കല്ലിൽ നമ്മുടെ തല ഇടിക്കുകയാണ്. ഒന്ന് ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല, കല്ലുകൾ രണ്ട് ഭാഗത്തും വെച്ച് ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് കൈ അനക്കാൻ നോക്കുമ്പോ സാധിക്കുന്നില്ല, കാലനക്കാൻ നോക്കുമ്പോ കഴിയുന്നില്ല, കഫൻ പുടവയിൽ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. ഒരു രംഗം, ഇരുട്ട് നിറഞ്ഞ ഖബറിന്റെ ആദ്യ രാത്രി. ആരുണ്ടാവില്ല. നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാര് നമ്മളെ ഖബറടക്കിയിട്ട് വീട്ടിൽ പോയി അവരുടെ അടുത്ത സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അവര് സന്തോഷത്തിലായിരിക്കും. അങ്ങനെ ഒരു സംഭവം പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. നമുക്ക് നമ്മളെ ഉണ്ടാവും ആ ഖബറിന്റെ ഇരുട്ടിൽ. ഹബീബേ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ നൂറ് കൊണ്ട് ഞങ്ങളുടെ ഖബറിനെ പ്രകാശിപ്പിക്കുമോ യാ റസൂലല്ലാഹ്?
അതല്ലാതെ ഒരു പ്രതീക്ഷയും നമുക്കില്ല സഹോദരങ്ങളെ. സ്വലാത്തുകൾ ചൊല്ലൂ, നന്മകൾ ചെയ്യൂ, ഫർളായ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്താതെ ജീവിക്കൂ. അത് മാത്രം മതിയോ? ഫർളായ നിസ്കാരങ്ങൾ നിർവഹിക്കുക, ഫർളായ നോമ്പുകൾ ചെയ്യുക, പിന്നെ ആൾക്കാരോടൊക്കെ നല്ല നിലക്ക് പെരുമാറുക, മനസ്സിൽ അഹങ്കാരവും അസൂയില്ലാതിരിക്കുക, പിന്നെ കുറച്ച് സ്വലാത്തുകൾ ചൊല്ലുക. എന്നാൽ നമ്മുടെ കാര്യം മുത്തുനബി തങ്ങൾ ഏറ്റെടുക്കും ഇൻഷാ അല്ലാഹ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാനുണ്ട്. ഇരിക്കാം ഇൻഷാ അല്ലാഹ്. 1.5 മാസം മുമ്പ് ഗൾഫിൽ വെച്ച് വാഹനാപകടത്തിൽ തുടർന്ന് മരണപ്പെട്ട നമ്മുടെ അൽവർദ ആർട്സ് കോളേജ് 3ാം ബാച്ച് വിദ്യാർത്ഥിനിയായിരുന്ന ജസീല KT മഹ്ദിയയുടെ ഭർത്താവ് ഉനൈസ് കല്ലൻ 27 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. 2 മക്കളുണ്ട്. 2.5 വയസ്സുള്ള ഒരു കുട്ടി, 6 മാസമുള്ള ഒരു കുട്ടി. നിങ്ങൾക്ക് അറിയുന്ന സംഭവമാണ്. അല്ലാഹുവേ ആ സഹോദരന് നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ സഹോദരന് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ആഖിറത്തിലെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആ കുടുംബത്തിന് നീ ക്ഷമ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വളരെ വളരെ ചെറിയ പ്രായത്തിൽ ഭർത്താവ് മരണപ്പെട്ട് വിധവയായി പോയ ആ സഹോദരി, അല്ലാഹുവേ നീ അവർക്ക് വലിയ ഖൈറുകൾ ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റബ്ബേ. അല്ലാഹുവേ ആ യതീമായ മക്കളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. പടച്ചവനെ, അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ല റബ്ബേ. എല്ലാവിധ അപകടങ്ങളിലും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ നീ യതീമാക്കല്ല റബ്ബേ. പടച്ചവനെ, കുടുംബത്തിന്റെ അത്താണികൾ നമ്മുടെയൊക്കെ കുടുംബത്തില്, ആ കുടുംബത്തെ അതിന്റെ നട്ടെല്ലായിട്ട് 1-2 ആൾക്കാരുണ്ടാവും. ഒന്നെങ്കിൽ വാപ്പയായിരിക്കും, അല്ലെങ്കിൽ വലിയ സഹോദരങ്ങളായിരിക്കും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബം പട്ടിണിയാണ്. പല സമയങ്ങളിലും വെള്ളിയാഴ്ചകളിൽ ജുമാക്ക് നമ്മൾ പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവും ഒരു ഉമ്മയും 2-3 പെൺമക്കളും ഇങ്ങനെ മുസല്ല വിരിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നൊരവസ്ഥ. അല്ലാഹുവേ, അങ്ങനെ ഒരവസ്ഥ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ വരുത്തല്ല റബ്ബേ. പടച്ചവനെ, എല്ലാവിധ അപകടങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാൻ. ആ കുടുംബത്തിന് ദുനിയാവിലും ആഖിറത്തിലും അറ്റമില്ലാത്ത ഖൈറുകൾ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെറിയൊരു ദുആ നടത്തുക. ചെറിയൊരു ദുആ നമുക്ക് കൽബുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് അല്ലാഹുവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. എത്രയോ നല്ല നല്ല കുട്ടികൾ ഈ സദസ്സിലുണ്ടാവും, നല്ല കുട്ടികൾ. കാരണം നിങ്ങൾ ഒരു നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന പോലെയല്ല. നിങ്ങൾ ആ നന്മ ചെയ്യാനുള്ള പ്രതികൂലമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അങ്ങനെയല്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂലി ഉണ്ടാവില്ല. അത് മാത്രമല്ല, നിങ്ങൾ ഓരോ സമയത്തും ഈ മഫ്തയും അതുപോലെ ഹിജാബും നിഖാബും ഒക്കെ ധരിച്ച് നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാനൊരു മുസ്ലിമത്താണെന്ന് നിങ്ങൾ പറയാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കതിന് കൂലിയുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. ഈ പ്രയാസത്തിനിടയിൽ ഈ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ദീനിന്റെ ശിആറുകൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു കാലം. ആ കാലത്ത് നിങ്ങൾ ഇങ്ങനെ തലമറച്ച് മുഖം മറച്ച് നിങ്ങൾ നടക്കുന്നത് തന്നെ വലിയൊരു ഇബാദത്താണ്. അതെപ്പോഴും കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള നിങ്ങൾക്കിടയിൽ എത്രയോ നല്ല നല്ല കുട്ടികളുണ്ടാവും. നല്ല ദീനീബോധമുള്ള എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി ചെയ്യുന്ന നല്ല കുട്ടികളുണ്ട്. അല്ലാഹു ആ കുട്ടികളുടെ ബർക്കത്തോടെ നമ്മുടെ ദുആ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായി സ്വന്തം പ്രയാസങ്ങൾ, സ്വന്തം വേദനകൾ അല്ലാഹുവിനോട് പറയാം. നമ്മളത് നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഖൽബിന്റെ ചിന്തകൾ നമ്മേക്കാൾ അറിയുന്ന ആലിമുൽ ഗൈബായ റബ്ബാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ വിശുദ്ധമായ മദീനയിൽ എത്തിച്ചേരാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ വെച്ച് നമ്മൾ ഖൽബ് കൊണ്ട് മദീനയിൽ പോയി സലാം പറഞ്ഞു പോകും, ശരീരം കൊണ്ട് മദീനയിലെത്തി തിരു ഹബീബിനെ പുൽകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്ത ഹബീബിനോട് മനസ്സിലൊരു സ്നേഹം വെക്കാൻ ഈ മജ്ലിസ് അല്ലാഹു ഒരു കാരണമാക്കി തരട്ടെ. അത് അല്ലാഹു നമുക്ക് നൽകുക തന്നെ വേണം. അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതിനുവേണ്ടി അല്ലാഹുവും അവന്റെ ഹബീബ് നമ്മളെ തെരഞ്ഞെടുക്കുക തന്നെ വേണം. അതിന് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. നമുക്കാർക്കും ഹബീബിനോടുള്ള മഹബത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അത് പടച്ചവൻ നൽകുന്ന ഒരു സമ്മാനമാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജിനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات. അല്ലാഹുവേ, ഈ 2 മണിക്കൂറോളം സമയം ഞങ്ങൾ ഈ ചൂട് നിറഞ്ഞ അവസ്ഥയിൽ വിയർത്തൊലിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നത് നിന്റെ ഹബീബിന്റെ മദ്ഹ് പറയാനാണ്. ഇതിനേക്കാൾ 1000 ഇരട്ടി ചൂടുള്ള മഹ്ശറയിൽ ഈ സ്വലാത്തിന്റെ തണുപ്പ് ഞങ്ങൾക്ക് നീ തിരിച്ചു നൽകണേ അല്ലാഹ്.
നാളെ നിന്റെ മുമ്പിൽ തെളിവ് പറയാൻ കഴിയുന്ന ഒരു സദസ്സായി ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയവരാണ്. അല്ലാഹുവേ, ഹറാമുകൾ ചെയ്ത ഈ കൈകൾ നിന്നിലേക്ക് ഉയർത്തി നിന്നോട് ചോദിക്കാൻ അർഹതയില്ലാത്തവരാണ്. നിന്റെ കാരുണ്യമല്ലാതെ ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല റബ്ബേ. ഞങ്ങൾ നിന്നോട് അക്രമം ചെയ്തവരാണ്, നിന്നോട് നന്ദികേട് കാണിച്ചവരാണ്, നിന്നോട് അനുസരണക്കേട് കാണിച്ചവരാണ്. തെറ്റുകൾക്ക് മേൽ തെറ്റുകൾ ചെയ്തപ്പോഴും കാരുണ്യത്തിനു മേൽ കാരുണ്യം ഞങ്ങൾക്ക് തിരിച്ചു തന്ന ഞങ്ങളുടെ നാഥനായ അല്ലാഹ്, എത്രയെത്ര തെറ്റുകൾ ഞങ്ങൾ ചെയ്തു. എന്നിട്ടും ഞങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണം പോലും മുടക്കിയിട്ട് ഞങ്ങളെ നീ പട്ടിണി കിട്ടില്ലല്ലോ റബ്ബേ. പിന്നെയും ഞങ്ങൾക്ക് നീ നിഅമത്തുകൾ ഏറ്റിത്തന്നല്ലോ റബ്ബേ. നിന്റെ കാരുണ്യം ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ് റബ്ബേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്ന ഒരു സമയം ഞങ്ങളെ തളർത്തിക്കളയാൻ നിനക്ക് കഴിയാത്തത് കൊണ്ടല്ല, ഞങ്ങളെ രോഗികളാക്കി കളയാൻ നിനക്ക് കഴിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഞങ്ങൾ ഓരോ തവണ തെറ്റുകൾ ചെയ്തപ്പോഴും നീ പിന്നെയും കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിച്ചു തന്നു. നിന്റെ കാരുണ്യവും നിന്റെ കൃപയും നിന്റെ സ്നേഹവും ഞങ്ങൾക്ക് പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്തതാണ് റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളോട് ക്ഷമിക്കണേ അല്ലാഹ്, ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെ തെറ്റുകൾ നിരുപാധികം പുറത്തു തരണേ റബ്ബേ. പടച്ചവനെ, നിന്നോട് സ്വർഗം ചോദിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നീ ഞങ്ങൾക്ക് സ്വർഗം തന്നാൽ അതിന് പകരം നിനക്ക് ഞങ്ങൾ എന്തു തരും റബ്ബേ? ഈ കൈകൾ ശൂന്യമാണ്, ഈ കൈകൾ ശൂന്യമാണ്. ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ ദരിദ്രന്മാരാണ്, ഞങ്ങളൊന്നുമില്ലാത്തവരാണ്. അല്ലാഹുവേ, നീയാണല്ലോ എല്ലാം തികഞ്ഞവൻ, എല്ലാം തികഞ്ഞവൻ നീ മാത്രമാണല്ലോ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുറവുകളെല്ലാം പരിഹരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ന്യൂനതകളെല്ലാം നീ പരിഹരിച്ചു തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബുകൾ നീ നന്നാക്കി തരണേ അല്ലാഹ്. എല്ലാവിധ മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളുടെ കൽബുകൾക്ക് നീ ഞങ്ങളെ കൽബുകളെ ശുദ്ധീകരിക്കണേ റബ്ബേ. അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, മറ്റുള്ളവരോട് ദേഷ്യമില്ലാത്ത, ശത്രുതയില്ലാത്ത, റിയാ ഇല്ലാത്ത, ഉജുബില്ലാത്ത കൽബാക്കണേ അല്ലാഹ്. നാളെ ഞങ്ങൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരും ഞങ്ങളുടെ അയൽവാസികളും അവര് നല്ല ആളായിരുന്നു എന്ന് പറയും വിധം ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. പഠിച്ചവരെ, ഞങ്ങളുടെ വാക്കുകളെ കൊണ്ടോ ഞങ്ങളുടെ പ്രവൃത്തികളെ കൊണ്ടോ നിന്റെ അടിമകളിൽപ്പെട്ട ഒരാൾക്കും വേദനയുണ്ടാകും, ഏതെങ്കിലും ഒരാൾക്ക് വേദനയുണ്ടാകുന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ അടിമകളിൽപ്പെട്ട ആളുകൾ നിന്നോട് ഞങ്ങൾക്കെതിരെ ദുആ ചെയ്യുന്ന അവസ്ഥകളിൽ നിന്ന് നീ കാക്കണേ റബ്ബേ. രാത്രി സമയത്ത് എഴുന്നേറ്റിരുന്നിട്ട് ഞങ്ങൾക്കെതിരെ നിന്റെ അടിമകളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ദുആ ചെയ്യുന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളെ പോറ്റി വളർത്തുന്നവരാണ്. ഒരു വേദനയും ഒരു പ്രയാസവും ഞങ്ങളെ അറിയിക്കാതെ ഞങ്ങൾക്ക് ചോദിച്ചതെല്ലാം വാങ്ങിത്തന്ന് ഞങ്ങളുടെ സന്തോഷം മാത്രം ജീവിതത്തിൽ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവർക്ക് നീ ആരോഗ്യം കൊടുക്കണേ റബ്ബേ, അവരുടെ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, മാതാപിതാക്കളോട്, ഞങ്ങളുടെ ഉമ്മയോട് വാപ്പയോട് ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് അവരുടെ മനസ്സിൽ വേദനയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1000 കൊല്ലം സുജൂദിൽ കിടന്ന് നിന്നോട് ദുആ ചെയ്താലും അതിന് പരിഹാരമല്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സിൽ വേദനയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഞങ്ങളെ കുറിച്ച് പൊരുത്തമുണ്ടാക്കുന്നത് വരെ അവരെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബറിലേക്ക് ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളുടെ കൂലി എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഒരു സമ്മാനം പോലെ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ് റഹ്മത്തിന്റെ മാലാഖമാരുടെ അകമ്പടിയോട് ഈ സ്വലാത്തുകൾ അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, മരിക്കുന്നതിന്റെ മുമ്പായി ഞങ്ങളെ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. തിരു ഹബീബിന്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണേ റബ്ബേ. ചോദിക്കാൻ അർഹതയില്ലെങ്കിലും മനസ്സിന്റെ ആഗ്രഹമാണ് പടച്ചവനെ, നാളെ സ്വർഗീയ ലോകത്ത് ഉത്തരപിതങ്ങളുടെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين بفضلك صلى الله على سيدنا محمد صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വളരെ ഗംഭീരമായി നമ്മുടെ ഏവരുടെയും ഹൃദയത്തെ മദീനയിലേക്ക് എത്തിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ആ പ്രവാചകാനുരാഗം കൂട്ടിയുറപ്പിച്ച് നമ്മോട് ഈ സമയം ചെലവഴിച്ച പ്രിയപ്പെട്ട അൻവർ അലി ഹുദവിക്ക് കോളേജിൻ്റെയും എൻ്റെയും എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തി നമ്മുടെ ഈ മജ്ലിസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.